പ്രാർത്ഥിക്കാം. എന്റെ എല്ലാ വഴികൾക്കും സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ് കർത്താവേ. ഞങ്ങൾ ചോദിക്കുന്നത് നിനക്ക് പരമായി ഞങ്ങളെ നടത്തുവാൻ കർത്താവേ. ഞങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ കഴിയുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ വ്യാപരിപ്പിക്കണമേ. ജനത്തിന്മേലോട് ആത്മാവിനെ വ്യാപരിപ്പിക്കുന്ന കർത്താവെ, പ്രാപിച്ച അഭിഷേകവും ദൈവിക മഹത്വപരിജ്ഞാനങ്ങളുടെ കർത്താവേ, ഒരു വിശാലതയിലേക്കും കർത്താവെ ഉയർന്ന പടികളിലേക്കും എന്റെ ജനമായി തീരുവാനും അതിപാട് സഹായിക്കണം കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുന്ന സഹായിക്കണം. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവ് ഞങ്ങൾ നടത്തുന്ന കർത്താവേ. മാനുഷികമായ യാതൊരു ചിന്തകളോ ജ്ഞാനത്തിന്റെയും വശീകരണത്തിന്റെയും വാക്കുകളല്ലാതെ ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനമാകുന്ന കർത്താവിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാന് കൃപയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ലളിതമായ കർത്താവേ, ദൈവത്തിന്റെ സ്വർഗീയമാകുന്ന മർമ്മങ്ങളെ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ആത്മീയത്തിൽ കർത്താവ് ഒരു മുന്നേറ്റം തന്നെ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലായിരിക്കാനല്ല, ഒരു മുന്നേറ്റം അടുത്ത പടിയിലേക്ക് കർത്താവേ കയറുവാൻ അനുദിനം വർദ്ധിച്ചു വരുന്ന ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിനൊത്തമുള്ള ആത്മാവിലാ നടത്തപ്പെടുന്ന ജീവിതങ്ങളായി തീർന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. വീട്ടിലെ പ്രവേശനം അധികം പ്രായപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദിവസത്തിലേക്കും വലിയ അനുഗ്രഹമായി തീരണം. ദൈവീകരണ എല്ലാവർക്കും അനുഗ്രഹമായിട്ട് സമൃദ്ധിയായ അനുഗ്രഹത്തെ നിറയ്ക്കണം. കേട്ടാ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നിങ്ങളെ എല്ലാ സന്തോഷത്തോടെ സഹായിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടില്ലാത്ത ദിവസത്തെ സഹോദരന്മാരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഒത്തിരി പേരെ കാണുന്നില്ല. അവരോടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. യേശു ക്രിസ്തുവിൽ അവരുണ്ട്. എവിടെയെങ്കിലും എന്നെ വിശ്വസിച്ച കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ അവിചാരിതമായ സമയത്ത് വീണ്ടും ഓസ്ട്രേലിയ ഒരു പ്രാവശ്യം വരുവാനായി ഇടയായി. ഞാൻ ആഗ്രഹിച്ചതോ ചിന്തിച്ചതോ അല്ല, പെട്ടെന്ന് ഇങ്ങനെ വരുവാനായിട്ട് ഇടയായി. എന്റെ വരവിന്റെ ഒരു ലക്ഷ്യം കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ജനങ്ങളെയും അവരെ സന്ദർശിച്ച് കർത്താവിനെ നൽകുന്ന അവരുടെ പറയണം. സത്യത്തുണർവുണ്ടാകണം. പ്രത്യേകിച്ചും അനേക സ്ഥലങ്ങളിൽ പോയി സഞ്ചരിച്ച് പ്രാർത്ഥിച്ച് ആ ദേശത്തിന്റെ ഒരു വലിയ ഹീലിംഗ് ഉണ്ടാകണം. അതൊക്കെ ആഗ്രഹിക്കാണ് വന്നത്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം വന്ന് എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ ദൈവജനങ്ങളെ മറക്കാനില്ല. അപ്പൊ അവരുടെ മുഖങ്ങളൊന്നുകൂടെ കാണുവാനും സന്തോഷിപ്പാനും ഒക്കെയാണ് ഞാൻ ആഗ്രഹിച്ച്. അതിന്റെ ഓസ്ട്രേലിയ വരുന്നതിനെ മറക്കാനായിട്ട് അതിൽ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് പെർത്ത്. ഇവിടുത്തെ സഭയും ഇവിടുത്തെ യുവാക്കളും നേരത്തെയുള്ള നാളിലൊക്കെ ചിത്രങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അതൊക്കെ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്നും പ്രാർത്ഥിക്കാറില്ല, കള്ളം പറയാറില്ല. ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ നിങ്ങളെ സഭയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇവിടെയും ചില ദിവസങ്ങളായി കൊണ്ടുവന്നു സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചില ദിവസങ്ങളും നിങ്ങളുടെ കൂടി പ്രാർത്ഥിപ്പാനും ധ്യാനിപ്പാനും ഈ കർത്താവിന്റെ ദാസരുടെ ഫാമിലിയോടുള്ള നല്ല കൂട്ടായ്മ ശരിയായി ഞാൻ അറിയിക്കുന്നു. അവർക്ക് നന്ദിയുള്ളവരാണ്. പ്രാവശ്യം കൂടി വന്നതെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിന് നമ്മളുടെ സംസാരങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷിച്ചത് ഈ വർഷം നിങ്ങളുടെ തീമാണ് നമ്മൾ പറഞ്ഞ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ആത്മജീവിതത്തില് പടിപടിയായി ഒരു വളർച്ചയില്ലെങ്കിൽ ഒരു സംതിങ് റോങ് സംഭവമാണ്. We are called to grow in Jesus, in the likeness of Christ, the man Christ. അതാണ് നമ്മുടെ എക്സാമ്പിൾ ആൻഡ് ടാർഗറ്റ്. ഇതിൽ നമ്മൾ വളരുന്നില്ല എങ്കിൽ എവിടെയോ സംതിങ് മിസ്സിംഗ് സമയമാണ്. നല്ലതാണ്. കാരണം രണ്ട് വ്യക്തിത്വം എന്നുള്ള യാത്ര. ഒന്ന് നമ്മുടെ ജഡമനുഷ്യരില് യാത്ര ചെയ്യുമ്പോൾ തന്നെ അതിനെന്തുണ്ട് സ്പിരിറ്റ് മാൻ. ഇത് രണ്ടും കൂടെ കഴിയില്ല. അതെപ്പോഴും ഏതാണ് മുന്നേ നിൽക്കേണ്ടത്? ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ എന്ത് ചെയ്യണം? ജഡമനുഷ്യനല്ല, ആത്മമനുഷ്യൻ എപ്പോഴും എന്ത് ചെയ്യണം? മുന്നേ നിൽക്കണം. എന്ന് പറയുന്നുണ്ട്. അതിലൂടെ എനിക്ക് നന്ദി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് വരുന്നത്. അത് ഞാനല്ല എങ്കിലും വർദ്ധിക്കുന്ന പാപമൊക്കെ. ശരീരം പാപം നിമിത്തം മരിക്കുകയാണ്. ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പൊ നമുക്ക് ജീവൻ പ്രാപിക്കേണ്ടത് നമ്മളെപ്പോഴും നമ്മുടെ ആത്മമനുഷ്യനെ കുറിച്ചുള്ള അഴവേറിയ ചിന്തയും അതിന്റെ സംരക്ഷണം ഉണ്ടാകണം. നമ്മൾ വളരെ സെൻസിറ്റീവായിട്ട് നമ്മുടെ ആത്മീയത്തെ കണ്ടുവെക്കുന്നു. ലാഘവത്തോടെ നടക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ആത്മീയ ജീവിതം. ദാസൻ പറഞ്ഞു, ഇത് അനേകം അന്വേഷിക്കപ്പെട്ടു കണ്ടെത്തുന്നവരെ ചുരുക്കം മുതൽ വളരെ ബുദ്ധിമുട്ടൊരു കാര്യമുള്ളൂ. പക്ഷെ ആർക്ക് സാധിക്കും? ദൈവത്താൽ സകലം സാധ്യമാണ്. അതിലാണ് എന്ത് ചെയ്ത് ദൈവം നമുക്ക് ആരെയും തന്നിട്ടുണ്ട്? നമ്മളെ സഹായിപ്പാൻ, നമ്മളെ നടത്താന് ദൈവത്തിന്റെ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. ഈ പ്രാവശ്യം ഞാൻ അവസ്ഥയിൽ വന്ന
കർത്താവേ, ഏതാണ് ഈ ദേശത്തോടുള്ള ഈ വർഷത്തെ ഒരു ദൂത് പ്രകാശിക്കണമല്ലോ. കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൽ വസിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ എന്നിൽ വസിക്കും, അബൈഡിങ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവജനങ്ങൾ ഈ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ ശ്രദ്ധിച്ച് യാത്ര ചെയ്യും. സുവിശേഷം ലോകത്തിൽ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒരുവനെ ക്രിസ്തുവിലാക്കുക. സുവിശേഷ പ്രസംഗം കൊണ്ട് ക്രിസ്തു പറഞ്ഞു തുടങ്ങി. പർക്കോസിന് വിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു യോഹന്നാൻ തടവിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. എന്താ പറഞ്ഞിരിക്കുന്നത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാതെ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ അവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? അവര് ക്രിസ്തുവിലാകുന്നു. അപ്പൊ ക്രിസ്തുവിലുള്ളവർ മാത്രമേ സുവിശേഷത്താൽ ദൈവികമാകുന്ന പദ്ധതിയിൽ അവരുടെ പൂർത്തിനെ വരുന്നുള്ളൂ. എന്നാൽ പിശാചിന്റെ പണി എന്താണ്? With all your knowledge, with all your faith life and the tradition, keep you drawn outside Christ. Yet you will be a believer. സുവിശേഷം ചെയ്യുന്നത് ക്രിസ്തുവിലാക്കുക. ക്രിസ്തുവിലാവുന്നതിന് അതിനകത്ത് നിന്നോണം. രക്ഷയുടെ പെട്ടകമായി കൃപായുഗത്തിൽ തുറക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ കയറിയാൽ അതിന് വെളിവരാനുമ്പോ അതിനുള്ളിൽ നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ ദൈവം ഓരോ സമയത്ത് എവിടെയാക്കി? ക്രിസ്തുവിലാക്കി വിശ്വാസത്താൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യമാണ്. പിശാചിന്റെ അടിമമുഖത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ദൈവം നമ്മളെ സ്വതന്ത്രമാക്കി വേറൊരു യുഗത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. യേശു ക്രിസ്തുവിന്റെ മുഖം. ആ സ്വാതന്ത്ര്യം വരുന്ന ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിന്നോണം. ഒന്ന് ഗലാത്യയിലെ 5:1 സ്വാതന്ത്ര്യനായ ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി ഇല്ലയോ? സ്വതന്ത്രമാക്കിയില്ലേ परमेश्वर हमने क्रिस्तु में स्वतंत्र किया अल्ले इसलिए उस स्वतंत्रता में स्थिर रहो, गुलामी की जुआ के नीचे फिर से अपना हो. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. അതുകൊണ്ട് അതിലെ പ്രത്യേകം ആ യേശു ക്രിസ്തുവിന്റെ പരിധിയിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. പിശാചിന് പണി എന്താണ്? പഴയ അടിമകൾക്ക് പിന്നെ കൊണ്ടുവച്ച് ടു ഡ്രോ യു ഔട്ട്സൈഡ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയ കൂട്ടമാണ് വിശ്വാസ ഗോളത്തിൽ ക്രിസ്തുവിലല്ലാത്ത ഒരുപാട് വിശ്വാസം. അതുകൊണ്ട് കർത്താവിന്റെ വചനവും ഉണർവും പ്രാർത്ഥനയും ഒക്കെ എന്താന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന് വെളിയിൽ പോയവരെ ബോധപൂർവ്വം എന്ത് ചെയ്യണം? അകത്ത് കയറ്റുക. ഹല്ലേലൂയ. അന്ത്യകാലത്ത് കർത്താവ് ചെയ്യാൻ തോന്നും. ദൈവം എന്നെ കർത്താവിന്റെ രീതിയിൽ ഇറക്കാൻ പ്രധാന കാരണം യേശുക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായിട്ട് ദൈവം ഒരു ഭയങ്കര ഉണർവായിരിക്കും. അത് ദൈവത്തിന്റെ കരുണയാണ്. സഭ ഉറങ്ങിയ ഒരു കാലഘട്ടം. ലോകം ഒരു സഭയെ വിഴുങ്ങി, മതം റിലിജിയൻ സഭയെ കീഴടക്കി, ദുരുപദേശങ്ങൾ കയറി വന്നു, മാനുഷിക ഭരണം സഭയെ നടത്തുവാൻ തുടങ്ങി. മതം മാനുഷിക ഭരണം, അതിൽ കൂടി വിഗ്രഹാരാധന, ദൈവപ്രമാണത്തിന്റെ ലംഘനങ്ങള്, ദുരുപദേശങ്ങള് എല്ലാം എന്ത് ചെയ്തു? പിശാച് ലോകം കൊണ്ടിട്ട് എന്ത് ചെയ്തു? ദൈവമക്കളെ വഞ്ചിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ അതിനുള്ളിൽ വന്നുണ്ട്. ദൈവത്തിന് സഭയുണ്ട്, ദൈവത്തിന് മക്കളുണ്ട്. എന്നാലും ഈ ലാർജർ ബിലീവേഴ്സ് കോൺഗ്രിഗേഷൻ സംഭവിച്ച കാര്യം ഇതാണ്. ഇങ്ങനെയുള്ള പിശാചിന്റെ തന്ത്രങ്ങൾക്ക് എന്ത് ചെയ്യും? അടിമകളായി പോയതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി സഭയിൽ വെളിപ്പെടുന്ന അർത്ഥമായി. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് സഭയിൽ എന്ത് നടത്തണം? The kingdom of God should come in signs and wonders. യേശു അപ്പോസ്തലന്മാർ ചെയ്തപോലെ അത്ഭുത അടയാളങ്ങളാണ് ദൈവരാജ്യം എന്ത് ചെയ്യണം? നമ്മളെ കൂടി നടക്കണം. അത് നടക്കാതിരിക്കാൻ വേണ്ടി വിശാന്തിയാണോ? യേശു ക്രിസ്തുവിൽ നിന്ന് വെളിയിലാക്കി. അപ്പൊ നമ്മുടെ പവർത്തിന്റെ പ്രാധാന്യം പറഞ്ഞു. ബലം പവർ ഈസ് ഇൻ ക്രൈസ്റ്റ്. അതാണ് നിങ്ങളുടെ അരയ്ക്ക് എന്ത് ചെയ്യണം? സത്യം കെട്ടണം. അപ്പൊ ദൈവത്തിന്റെ വചനത്തിലാണ് നമ്മുടെ പവർ. അപ്പൊ കർത്താവിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിൽ ഇരിക്കുന്ന ഒരാൾ ആരിലാണ് വസിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിലാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ ഭയങ്കര ശക്തിയുള്ളവരായിരിക്കും. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്തു? കീപ് ഹിം ഡ്രോൺ ഔട്ട്സൈഡ് ക്രൈസ്റ്റ്. അപ്പൊ നമുക്ക് പിന്നെ എന്തോ ഉണ്ട്? ശേഷം മനുഷ്യരെ പോലെ കാഴ്ചയ്ക്ക് വിശ്വാസികളാണ്, സ്ഥാനപ്പെട്ടതാണ്, അഭിഷേകപ്പെട്ട പ്രാപിച്ചതാണ്. ഉള്ളിലെ മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഉള്ളിൽ മരണം സംഭവിക്കുകയാണ്. We become very weak that we can never ever bear the witness of the kingdom of God. ഇങ്ങനെ അല്ല വരേണ്ടത്. കനീഷ് പറഞ്ഞാൽ
to be very powerful, witnessing people of the kingdom of God, manifesting the power. This is our call. കർത്താവ് എങ്ങനെ സംഭവിക്കും? ദൈവം എന്നോടൊന്ന് സംസാരിച്ച ഒരു കാര്യമുണ്ട്. ലോകത്തെ നോക്കാം. നമുക്കെങ്ങനെ കർത്താവിൽ നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായി നമ്മൾ കണ്ണു തുറന്ന് നമ്മൾ ലോകത്തെ നോക്കണം. Then we have to evaluate നമ്മുടെ പൊസിഷൻ. Are we conforming to the parents of this world, or are we not a different people? We are called to be a very different people. വളരെ വ്യത്യസ്തരായ ഒരു മനുഷ്യൻ നമ്മൾ ഈ തന്നെ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന പേര് കിട്ടിയത് തന്നെ അന്ത്യോക്യ വെക്കാം. പക്ഷെ ക്രിസ്ത്യാനി എന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല, അല്ലേ? സകല ജാതിൽ നിങ്ങൾ നീയണം ശിഷ്യനായിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തു ഒരു വിശ്വാസി കിട്ടുന്നത് ശിഷ്യനാണ്, ഗുരുവിനെ പോലെ. അതൊരു യാത്രയാണ്. ലോകം നോക്കുമ്പോൾ ഇതാ വരുന്ന കുറെ മനുഷ്യർ. They look like Christ in every action. They are different people. They have power. അവരുടെ സംസാരത്തിൽ ശക്തിയുണ്ട്, അവർ നടക്കുന്നിടത്ത് വെളിച്ചമുണ്ട്, അവരുടെ പ്രവൃത്തിയിൽ എന്നുണ്ട് യേശുവിനെ പോലെ. അതുകൊണ്ട് അവരെന്ന് പറഞ്ഞു they are Christians. Hallelujah. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, but we are not disciples. As far as we are concerned, in relation to our call by God, we are the disciples. But let the world call us anything that area. പക്ഷെ ലോകം വിളിച്ച പേരിന്റെ പുറകെയല്ല പോകേണ്ടത്. പിന്നെ ദൈവം നമ്മളെ വിളിച്ച സ്ഥാനത്ത് നിൽക്കണം. അപ്പൊ ലോകം ഒരുപാട് ക്രിസ്ത്യാനി കൊള്ളാം, നല്ല പേരാണ്. അങ്ങനെ ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ ദൈവത്തിന് അതല്ല വിഷയം. ആരായിരിക്കും നമ്മളെ? വി ആർ ദ കിങ്ഡം പീപ്പിൾ. അപ്പൊ സഭ ഒരുപാട് മണ്ഡലങ്ങളിൽ വളരുവാനുണ്ട്. വി ഹാവ് ടു ബി drawn to an incarnation in our expression of the kingdom of God according to the call and the election. അങ്ങനെയല്ല വേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യനായി മടങ്ങി വരണം, എങ്കിൽ മാത്രം ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. അപ്പോഴങ്ങനെ ആയിരുന്നല്ലോ ആദ്യകാലത്ത്. ആദിമ സഭയിൽ അങ്ങനെ ആയിരുന്നല്ലോ. പാപമുണ്ടായിരുന്നു, അധർമ്മമുണ്ടായിരുന്നു. അത് വെളിപ്പാട് പുസ്തകത്തിന്റെ 1, 2, 3 അധ്യായങ്ങൾ വായിക്കുമ്പോഴും അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനമൊക്കെ ഓരോരുത്തർക്ക് നിശ്ചിതമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സഭയുടെ പ്രധാനപ്പെട്ട ഘടകം ഉപദേശമായിരുന്നു. ഉപദേശമുള്ളപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. അത് ശരിയാണ്. പക്ഷെ എന്നാലും ദുർബലമായിരുന്നു, ജീവിക്കാമായിരുന്നു. അപ്പോൾ ഉപദേശം ഉണ്ട്, പക്ഷെങ്കിൽ വേറൊരു ഉപദേശമില്ലായിരുന്നു. അതുള്ളതിനൊക്കെ അപ്പോസ്തലന്മാരെ എന്നെ കാണിച്ചു. അപ്പോൾ സഭ ഉപദേശത്തിന്റെ കീഴിൽ നിന്നിരുന്നു. AD 325 കഴിഞ്ഞപ്പോൾ സംഭവിച്ചു? മതം കയറി വന്നു, റിലിജിയൻ. കാലം അതെന്ത് ചെയ്താൽ ഉപദേശത്തിൽ മാറ്റം വരുത്തി. അവിടെ മുതലാണ് സഭ വീഴാൻ പറയുന്നത്. സഭയെ നിർദ്ദേശിക്കുന്നത് ലാർജർ ബിലീവേഴ്സ് കൊണ്ട്. അപ്പോഴും ദൈവസഭയുണ്ട്. ഒരു ചെറിയ തന്നെ വെളിപ്പാടുന്ന എല്ലാ ദൈവത്തെ സ്മോൾ റെമനന്റ്. ദൈവം അവരെ കുറിച്ച് എപ്പോഴും പോയിക്കൊണ്ടിരുന്നുണ്ട്. നിക്കോലാവിൽ നടപ്പെടുക്കുന്നവരെ, ബിരിയാമിന്റെ ഉപദേശം കൈക്കൊള്ളാത്തവരെ, ഉടുപ്പ് മരുന്ന്, ഇങ്ങനെ ഒരു ചെറിയ കൂട്ടത്തെ എപ്പോഴും ദൈവം ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഏത് കാലത്തും ദൈവത്തിന് സാക്ഷ്യമായി നിർത്തിക്കുന്ന ചില റെമനന്റ്. അതുകൊണ്ട് കാര്യമാകുന്നില്ല. അതുകൊണ്ട് ആരും നഷ്ടപ്പെടാതെ എല്ലാവരും മാനസാന്തരപ്പെടാതെ ക്രിസ്തുവിന് വരാൻ മുന്നോടി എന്തോ സംഭവിക്കും? സഭ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി, ആ ഒറിജിനൽ പെന്തക്കോസ്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ദൈവം ഒരു ഭയങ്കര ഉണർവാണ് അയക്കുന്നത്. ഐ ബിലീവ് ദാറ്റ്. ആ റെവലേഷൻസ് ആണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇറങ്ങി ഇതിനുവേണ്ടി അറിയിക്കുന്നത്. കാരണം എനിക്ക് ആ ഒരുപാടുണ്ടായി. അത് പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തി. എന്നിൽ അഭിഷേകം എന്നെ എന്നിൽ ഉദ്യോഗിപ്പിക്കുന്നുണ്ട്. ജനമേ ഓർമ്മല്ലേ, ഞാൻ നിന്റെ നാമത്തില് ഒരു വാക്കുപോലും പറയത്തില്ലെന്ന് വെച്ചാലും എന്റെ അസ്ഥിക്കുണ്ടെന്നുണ്ട്. അസ്ഥി കത്തെന്ന് പറഞ്ഞ പോലെ ഈ റെവലേഷൻസ് തന്നെ എന്നെ തിടുക്കുകയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനെ തടയുന്ന മണ്ഡലങ്ങളെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ജനം വിടുതലെടുക്കണം. ദൈവസഭ അങ്ങനെയുള്ള കാഴ്ചപ്പാടിലേക്ക് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അല്ലാതെ ഒരിക്കലും സഭയിൽ ഉണർവുണ്ടാകത്തില്ല, ദൈവപ്പുറത്ത് നടക്കത്തില്ല. ഇതിനെ ഫ്രൂഡ് ചെയ്യുന്ന ഈ റൂളേഴ്സ്, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ വേൾഡ് ഓഫ് ദിസ് ഡാർക്ക്നെസ്, ഇതിനെല്ലാം കണ്ടുണർന്നുകൊണ്ട് ദൈവസഭ ശക്തിയോടെ എസ്കാലേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ സഭ മുന്നോട്ട് കയറി വരുമ്പോൾ ഈ ഇരുളിന്റെ തകർന്നു പോകും. ദൈവസഭയെ ഒതുക്കിയത് അതാണ് ഇവന്റെ ലക്ഷ്യം. ഉറക്കുക, ലോകം കയറ്റി സുഖങ്ങൾ കൊടുത്ത് ആത്മീയമായ കണ്ണ് അടച്ചിട്ട് അവൻ എന്ത് ചെയ്യും? ശേഷം മനുഷ്യരെ പോലെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കൈയും എല്ലാം കാലും കെട്ടി അരി പൊടിക്കുന്ന അല്ലെങ്കിൽ ധാന്യം പൊടിക്കുന്ന ഈശോനെ പോലെ സഭയായിട്ട് കളിപ്പിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വരുന്നുണ്ട്. ഐ ബിലീവ് ദാറ്റ്. ഇപ്പോൾ അത് മുന്നോട്ടല്ലേ കാലഘട്ടത്തിൽ
സഭയായിരുന്നു. വിത്ത് ഓൾ ദ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ദി ആക്ഷൻസ് ഓഫ് സിൻ, ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ്, സഭയ്ക്ക് ഒരു പ്രമാണമേ ഉള്ളായിരുന്നു. അല്ലേ മാസ്റ്റർ? വേറൊരു ഉപദേശങ്ങളില്ലായിരുന്നു. മതം കയറി വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? പിതാക്കന്മാരുടെ കർത്താവ് തന്നെ മത്തായി വിഷയത്തിൽ 15 വർഷത്തിൽ വലിയ കോഷനിങ് ഉണ്ട്. രണ്ട് കാര്യം. ഒന്ന്, പിതാക്കന്മാരുടെ പാരമ്പര്യം സൂക്ഷിക്കണം, പരിശന്മാരുടെ കുളിച്ചെടുക്കും. രണ്ട് കാര്യങ്ങൾ സഭയെ തകർക്കും. ഒന്ന്, ട്രഡീഷൻ, വെയിൻ ട്രഡീഷൻ ഓഫ് ഫാദേഴ്സ് ആൻഡ് ഓൾ ദ റോങ് ടീച്ചിങ്. ഇതെല്ലാം എവിടെ ഉണ്ടെന്നറിയാം? മതത്തിനകത്തുണ്ട്. ഏത് മതമാണ്? റോം, അതുകൊണ്ട് റോമൻ കാത്തലിക്, അതൊന്നും ഇതെല്ലാം കയറി സഭയൊന്നായി. ബാബിലോണിയ സഭയിൽ കടന്നു വന്നു, മതം കയറി ഭരിക്കാൻ തുടങ്ങി. That was a good way for bringing Satan. Satan is bringing the world as a powerful weapon to destroy the strength and power of the church. അങ്ങനെ മുന്നോട്ട് വെക്കൊണ്ടിരിക്കും. അതിന്റെ മധ്യത്തിൽ എന്തുണ്ട്? ഓരോ കാലഘട്ടങ്ങളിലും ദൈവം ഉണർവായിട്ട് തനിക്ക് വേണ്ടി ജനത്തെ ഒരുക്കിയിരിക്കും. എന്നാൽ അന്ത്യം വന്നപ്പോൾ സംഗതികളൊക്കെ മാറും. അപ്പൊ പറഞ്ഞു, നീ ആ മത്തായിയുടെ 25-ാം അധ്യായത്തിലെ ആ കന്യകമാരെ കഥയെന്ന് വായിച്ചു നോക്കി എന്ന് പറഞ്ഞ്, ദൈവരാജ്യം, സ്വർഗരാജ്യം, മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്ത് പുറപ്പെട്ട 10 കന്യകയോട് സദൃശം. ഏത് വായിച്ചു നോക്കി? ഞാൻ പറഞ്ഞു ഉപമയില്ലയോ? അതാണ് സഭ നടക്കാൻ പോകുന്നത്. ലോകം പറയും ഒന്നും നടക്കില്ലെന്ന്. അനേക പെന്തക്കോസ്തുകാരും പാസ്റ്റേഴ്സും വിശ്വസിക്കുന്നത് വീണ്ടും അങ്ങനെ ഉണർവുണ്ടാകുന്നത്. പക്ഷെ വചനം പറയുന്നു അങ്ങനെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ കണക്കോട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ലുക്ക് ഔട്ട്സൈഡ് how there is a global awakening. People are getting ready to accept the king of the world. അങ്ങനെ ലോകം ഒരുങ്ങുന്നല്ലോ. ലോകം ഒരുങ്ങുന്നു അവരുടെ ആ രാജാവിനെ, നേതാവിനെ എതിരേൽക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഇസ്രായേൽ തയ്യാറ്. ഇതെല്ലാം ഞാൻ പറഞ്ഞതില്ലയോ? അത് നിന്റെ കണ്ണിൽ കാണാം. സോ ലുക്ക് വാച്ച് ഔട്ട്സൈഡ്. 24-ാം അധ്യായത്തിന് 32 പറയുന്നുണ്ട്, 32, 36 പറയുന്നുണ്ട്. ഇതൊക്കെയും കാണുമ്പോൾ അത്തിയെ നോക്കി ഒരു ഉപമ നോക്കി പഠിപ്പീൻ. ഇതൊക്കെയും കാണുമ്പോൾ. അപ്പൊ നോക്കി പഠിക്കണം. അത്തി സഭയല്ല, അത് യഹൂദന്റെ രാഷ്ട്രത്തെ കാണിക്കുന്ന. അപ്പൊ നിങ്ങൾ നോക്കി പഠിക്കാൻ പറഞ്ഞു. ഇതൊക്കെയും കാണുമ്പോൾ, ലോകത്തിന്റെ സംഭവങ്ങള് ഇതൊക്കെയും നിങ്ങൾ കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അകത്തേക്കാരത്തെ കുറിച്ച് ബോധം വരുത്തത്തുള്ളൂ. പുറം ഒരുങ്ങിക്കഴിഞ്ഞു, ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ഏകീകൃതമാകുന്ന ഒരു ഭയങ്കര സംവിധാനത്തിലേക്ക് ലോകം വന്നു കഴിഞ്ഞു. എല്ലാം യൂണിഫൈഡാ. ആ ഏകീകൃതമാകുന്ന സംവിധാനത്തെ നിയന്ത്രിക്കാൻ ടെക്നോളജിയാണ്. ടെക്നോളജി വരുമ്പോൾ in that system every human being has to be repositioned by the technology. അപ്പൊ ടെക്നോളജി ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാനോ അതിനെ കഴിയുന്ന ഒരു സംവിധാനത്തിൽ ആര് വേണം? സകല മനുഷ്യനതാക്കും. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഏകീകൃതമാകുന്ന നേഷൻ, ദൈവത്തിന്റെ രാജ്യത്തിൽ കർത്താവ് വരുമ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി സകല രാജ്യങ്ങളെയും സ്ഥാപനം ഒരുക്കുകയാണ്. അതുകൊണ്ട് it has to be brought into a unified system, bringing all the nations together. കിങ്ഡം, 2 കിങ്ഡമേ ഉള്ളൂ. ഹല്ലേലൂയ. ബാക്കി കിങ്ഡങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും 2 കിങ്ഡം. ഒന്ന് ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് അല്ല കിങ്ഡം ഓഫ് ഹെവൻ. ഇത് രണ്ടും കൂടെ കൂട്ടിപ്പിടുന്ന ഒരു സമയമുണ്ട്. അതിന് സമയം വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാം ഒരുങ്ങി. ദൈവം അനുഭവിച്ച ദിവസങ്ങൾ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞാൽ കാണണം. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുവാണ് നമ്മുടെ പ്രത്യാശ. ഇതേക്കുറിച്ച് നമുക്ക് ബോധ്യമായ കാലഘട്ടങ്ങളിൽ കൂടി ദൈവം നടത്തുന്ന വചനപ്രകാരം ദൈവം നടന്ന കാര്യങ്ങളെ കുറിച്ച് ചില ബോധം നഷ്ടപ്പെട്ടാൽ സ്ലീപ്പിംഗ്. കർത്താവ് ഉണരണം. എങ്ങനെ സഭയിൽ ഉണർന്നു വരുന്നത്? യു ഷുഡ് വാച്ച് what is happening around and begin to pray a meaningful prayer. അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയ്ക്ക് സഭ കയറി വരണം. എങ്കിൽ മാത്രമേ കണ്ണു തുറക്കത്തുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥന ചുമ്മാ ജൽപ്പനമല്ല, വചനത്തിൽ കൂടെ വേണം ചെയ്യുന്നത്. വചനം കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയാണ്. ഈ വചനം നമ്മൾ വ്യാപരിക്കുകയാണ്. അതിനുള്ള പരിശുദ്ധാത്മാവ്, അതിന്റെ പവർ നമ്മൾ വ്യാപരിക്കുകയാണ്. ആ വചനം നമ്മളെ റെസ്റ്റോർ ചെയ്യുകയാണ്, നമ്മളെ റീഇൻസ്റ്റേറ്റ് ചെയ്യാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി ധ്യാനമാണ് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും. പ്രത്യേകത്തെ ഒരു പ്രാർത്ഥന എനിക്കില്ല. വചനം ധ്യാനിച്ച് പ്രാർത്ഥന കയറുകയാണ്. അത് സ്വർഗത്തിൽ നിറങ്ങുന്നത് ഗോവനിയാണ് വചനം ഇറങ്ങി വന്നത്. ഇതെല്ലാം വേറെ വഴിയല്ല സ്വർഗത്തിപ്പാൻ. ഇതെല്ലാം പ്രാർത്ഥിക്കാൻ വരെ മാനദണ്ഡമാണ്. വാട്ട് ഈസ് ദ യാഡ്സ്റ്റിക് ഫോർ എ പ്രയർ? ഒരു ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ദ പർപ്പസ് പ്രേയർ ഫോർ ദൈ കിങ്ഡം കം. അതാ സഭ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് there is another kingdom is prospering. ഇതിനെ എങ്ങനെ തകർക്കാൻ കഴിയും? ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇൻ ദി അനോയിന്റിംഗ് യു ഹാവ് ടു ഡിഫീറ്റ് the brooding powers of darkness.
ചെയ്യേണ്ടത്? സഭ അതിനുവേണ്ടി ആക്കി. സഭയായി തീരണം. ആദ്യം നൂറ്റാണ്ട് അങ്ങനെ ആയിരുന്നു. അവരെ കണ്ടവര് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു. അതിനുശേഷം അതിനെ ആരും വിളിച്ചിട്ടില്ല. ഇപ്പൊ എത്രയോ പ്രശ്നങ്ങളായിരിക്കുന്നു. അങ്ങനെ ദീർഘമായ കാലഘട്ടത്തിൽ പോയി. എന്നാൽ അന്ത്യം വന്നപ്പോൾ ഒരു മാറ്റം വരും. എന്താണ് അന്ത്യം? പടിമീൻ പേര് എന്റെ 1 Petrus 4:7 പറഞ്ഞത് the end of all things at hand. So be watchful and serious in your prayer. We have to watch out and understand, open our eyes. See, അത് മനസ്സിലാക്കണം. അന്ത്യം എങ്ങനെ ഇരിക്കുന്നു, അന്ത്യം എങ്ങനെ വന്നു, അതിന് ദൈവം എന്തോ ചരിത്രത്തിൽ ചെയ്യുന്നതെന്ന് പഠിക്കണം. അതിന് പുസ്തകം വായിച്ചു നോക്കണം, മാത്രം പോരാ. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അതിനെ അസിമുലേറ്റ് ചെയ്ത് നോക്കണം, അനലൈസ് ചെയ്യണം. We have to spend time with the Lord. ചുമ്മാ ഒന്നും വിശ്വാസിയാകത്തില്ല. നമ്മൾ ഞായറാഴ്ച ആരാധിക്കുന്നവരും മീറ്റിംഗിലെ കാര്യമൊന്നുമില്ല. All the time and everything you have to deal with the word. It's a ladder which is descended from heaven for your ascendment. You will be ascended only if you climb up the ladder that has descended from heaven. ഇതങ്ങ് പോകും. ഈ വചനം ഇവിടുന്ന് പോകുന്ന സമയം വന്നു. അതുവരെ ചവിട്ടിക്കയറിക്കണം. ആരെയും കൊണ്ട് പോകും? ഇതിനുള്ളിൽ നിൽക്കുന്നവരെയും കൊണ്ട് പോകും. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്. ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 11 വായിക്കുന്നത്, അപ്പത്തിനായുള്ള വിശപ്പുമല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, എന്റെ വചനം കേൾക്കേണ്ടതിന് നീന്തരയോ സമുദ്രം മുതൽ സമുദ്രം വരെ ഭൂമിയുടെ ഏറ്റം വരെയും ഓടി നടക്കും, പക്ഷെ കാണുകയില്ല എന്ന് പറഞ്ഞാൽ പുസ്തകം കാണും. പക്ഷെ ഇതിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതെയും ഇതങ്ങ് പോകും. The spirit will take only the dead body is here. അതിനകത്ത് ജീവൻ കാണത്തില്ല. മരിച്ചു കിടന്നൊരു പപ്പായോടെ എനിക്ക് അത് വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, ജീവനോടിരിക്കുമ്പോൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ വാക്യങ്ങൾ, ഈ അക്ഷരങ്ങളെ കൊല്ലുന്നു. ആത്മാവോ ജീവിപ്പിക്കുന്ന ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അക്ഷരത്തിന് ആരും ജീവിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പോകുന്ന ഒരു സമയമുണ്ട്. ആരെയും കൊണ്ട് പോകും. ഇതിനകത്തൂടെ ഒരു ഭയങ്കര പ്രവൃത്തി നടക്കുകയാണ്. ഇത് മുഴുവൻ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിൻ്റെതായിട്ടുള്ള വെളിപ്പാട്. അവൻ ചെയ്യുന്നതിന്റെ രൂപരേഖയാണ് പുസ്തകം. ഈ പുസ്തകം എന്തുമാണ്? ഈ കാലഘട്ടം ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇതിന്റെ പർപ്പസ് എന്താണ് ഈ പുസ്തകത്തിന്റെ തീം? റിഡംഷൻ, വീണ്ടെടുപ്പ്. ഈ പുസ്തകം വന്നതിന്റെ മനുഷ്യ ഭാവനയോട് അല്ലെങ്കിൽ പുസ്തകം വിടുക ഇത് ആവശ്യമില്ലല്ലോ. ബിക്കോസ് വി വർ ഇൻ ദ വേൾഡ്. നമ്മൾ വചനത്തിലായിരുന്നു. അതിനകത്തുനിന്ന് പോയതുകൊണ്ടല്ലോ ഇതിങ്ങനെ ഇറങ്ങി കണ്ടു വന്നത്. ആൻഡ് ദ പേഴ്സൺ ജീസസ്, യേശുവാണോ ഇതിന്റെ ആള്? കർത്താവാണല്ലോ വചനം ജഡമായി തീർന്നു. അത് ദൈവത്തിന്റെ പ്രവൃത്തി വലിയ ആരംഭമായിട്ട് തന്നെ അതിമുതലേ ഉണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും മാറിപ്പോയതുകൊണ്ട് ദൈവത്തിന് വലിയ പ്രവൃത്തി ചെയ്യേണ്ടി വന്നു. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തീരും. അതുകൊണ്ട് ഈ കാലഘട്ടം തീരും ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് 1 Corinthians 15-ാം അധ്യായത്തിന്റെ 46 വചനം പറയുന്നത്, the first fruit is Christ, then who are of Christ is coming, then the end. അപ്പൊ അവസാനത്തിൽ നിന്ന് എന്തോ സംഭവിക്കണം? അവസാനത്തിന് മുമ്പ് ക്രിസ്തുവിന്റെ വരവുണ്ടാകണം. ക്രിസ്തുവിന്റെ മുമ്പ് വരവെന്നുള്ള സഭ ഒരുക്കപ്പെടണം. അപ്പൊ സഭ ഒരുക്കി തീരുമ്പോൾ എന്തോ സംഭവിക്കും? യേശു വരും. യേശു വന്നാൽ പിന്നെ എന്തുവാ? എന്ത് സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മാറ്റം വരുത്തിയിട്ട് ചെയ്യും. ദൈവരാജ്യം വെളിപ്പെടും. ദൈവം തന്റെ രഹസ്യത്തിലുള്ള ശരിക്കുള്ള ആ കിങ്ഡം ഈ യേശു ക്രിസ്തു രാജാവായിട്ട് ലോകത്തിൽ ഭരിക്കും. യഹൂദിനെ സംബന്ധിച്ചോളം അവനെന്തുവാണ്? മശിഹ വന്നപ്പോഴാണ് രാജ്യം യഥാസ്ഥാനപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചോളം അവൻ പ്രത്യക്ഷമാകുമ്പോൾ താൻ ഇരിക്കുന്ന പോലെ നാം അവനെ കാണുന്നു, അവനോട് സദൃശനാകും. ഹല്ലേലൂയ. ഇറങ്ങി വരികയല്ലേ അവനെ കർത്താവിനോട് കൂടെ എന്തിനിരിക്കാൻ വേണ്ടി? അയ്യോ, വിശ്വാസിക്ക് ഇതിന്റെ പ്രത്യാശ ഉണ്ടാകണം. ചുമ്മാതെ വിശ്വാസി ആയതല്ല, നമ്മുടെ വെളിയെയും തെരഞ്ഞെടുപ്പുള്ള ബോധ്യമുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്തുണ്ടാവുള്ളൂ? ചാർജൊക്കെ എത്തുള്ളൂ. എസ്കാലേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രത്യാശയെ കുറിച്ചുള്ള ബോധമുണ്ടാകണം. എന്താണ് നമ്മൾ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ? ഇതേക്കുറിച്ചുള്ള വലിയൊരു അന്വേഷണം ഉണ്ടാകണം, ദാഹം ഉണ്ടാകണം. എനിക്ക് സങ്കടം ഈ ഡെത്ത് ചർച്ചസാണ്. അയ്യോ, ഈ വചനങ്ങളെല്ലാം കൊടുത്തിട്ട് ഒന്നാമത് ദൈവദാസന്മാർ ചൊവ്വ പ്രത്യേകിക്കുന്നത്. ഹല്ലേലൂയ. അവർ ജനങ്ങളുടെ ട്രെൻഡ് അനുസരിച്ചാണ് പ്രത്യേകിക്കുന്നത്. അവർക്കെന്താ വേണ്ടത് അത് കൊടുത്ത് തീറ്റി വിടും. അവർക്ക് വേണം ഈ കുറച്ചേ മനുഷ്യ കാര്യമാണ്. അകത്തെ അവർക്ക് വേണ്ടത്. അകത്തെ കുറിച്ച് ആർക്ക് ബോധം വേണം? ദൈവത്തിന്റെ ദാസന്മാർക്ക് ബോധം വേണം. ഉള്ളിലെ മനുഷ്യനെ കുറിച്ച് അവരിൽ ആത്മാക്കൾക്ക് കണക്ക് കൊടുക്കണം. അതിന് വിരുദ്ധമാവുന്നൊരു വലിയ തിയോളജി വേണ്ടി. ഹല്ലേലൂയ. അത് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ
വിശ്വാസിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു വലിയ കാര്യം നടന്നു. ദീർഘമായ 2000-ഓളം വർഷങ്ങൾ ഹല്ലേലൂയ ദൈവം ഈ സഭ എന്ത് ചെയ്തു? ഇതിന്റെ കീഴിലായിപ്പോയി. പക്ഷേ യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ഒരു സംഭവം നടന്നു. ഈ കന്യാമാരെല്ലാം ഉറങ്ങി. മണവാളൻ വരുന്നത് താമസിക്കുന്നത് കൊണ്ട് അവർ ഉറങ്ങി എന്ന് പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസം അറിയാം. യേശു അവരുടെ കാലത്ത് വരും, യേശുക്രിസ്തു അവരുടെ കാലത്ത് വരും എന്നവർ വിശ്വസിച്ചു. എന്നിട്ട് അവർ ഇങ്ങനെ പറയുന്നത് മാറാനാഥ. ആ പ്രത്യാശയാണ് ഈ പ്രമാണം അനുസരിച്ച് വ്യത്യസ്തരായ ആളുകളായി ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അവരെന്തുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ച് വേർപാടുകൾ ലോകം തിരിച്ച് കഷ്ടങ്ങൾ സഹിച്ച് അവർ വ്യത്യസ്ത ജനമാണെന്നുള്ള ബോധത്തിൽ അവർ ജീവിക്കാനുള്ള പ്രേരണാശക്തി എന്ന് പറയാം. മണവാളൻ വരും. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതല്ലേ ഒരു വിശ്വാസി ഈ പ്രമാണത്തിൽ പ്രേരിപ്പിക്കുന്ന ഘടകം. ഈ പ്രത്യാശ പോയാൽ എന്തുവാ? എങ്ങനെ പ്രത്യാശ വരും? അവന്റെ വരവിനെ കുറിച്ചുള്ള അടയാളങ്ങൾ അന്വേഷിച്ച് ശിവദേതാപ്പാൽ ക്രിസ്തുവിൽ നിൽക്കണം. അപ്പൊ അത് പ്രസംഗിക്കണമല്ലോ. അങ്ങനെയെങ്കിൽ ആദിമകാല നൂറ്റാണ്ടിന്റെ 2%. ഒന്ന്, ദൈവസഭയെ കുറിച്ചുള്ള വിശുദ്ധിയുടെ പ്രമാണങ്ങളാണ് പ്രസംഗിക്കാം. വിശുദ്ധ പ്രമാണം അവർ പ്രസംഗിച്ചു. അങ്ങനെ അവരിൽ നിന്നും 2, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ചുള്ള ഭയങ്കര പ്രത്യാശ എന്ത് ചെയ്തു? അവർ സന്തോഷിച്ചു. അതുകൊണ്ട് അവർ സർവ്വതും എന്ത് ചെയ്തു? പറഞ്ഞത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ധരിക്കാനുണ്ട്. ഈ പൗലോസ് പറഞ്ഞത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അതിന്റെ 15 പറയുന്നുണ്ട്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാല്, നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാല് ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ലാതെ എണ്ണുന്നു. 1 by 1 ആയിട്ട് കഷ്ടങ്ങൾ എണ്ണിക്കൊണ്ട് പറയാണ് ഇത് സാരമില്ല. എന്താ നടക്കാൻ പോകുന്നത്? നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ 1 യോഹന്നാൻ 3:2 അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആദ്യം കണ്ണീർ ദൈവപ്പെടാൻ പാടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണുന്നതുകൊണ്ട് നാം അവനോട് സദൃശനാകും. ദൈവത്തിനൊക്കെ പറയുന്നത് എന്ത് ചോദിച്ചാല് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. അല്ലാതെ നമ്മൾ ഈ വചനം കേട്ട് കഴിയുന്നല്ലോ കേൾക്കാൻ പാടില്ല. ഈ വചനത്തിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിലെ ജീവന വാപ്പ നമ്മൾ വ്യാപരിക്കരുത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് പ്രത്യാശയുടെ ദാഹം ഉണ്ടാകണം. ഈ പ്രത്യാശയില്ല പിന്നെ എന്ത് കേൾക്കുന്നില്ല. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ശരീരം ജീവിക്കുമ്പോൾ നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ക്രൂസ് വേണമെന്ന് പറഞ്ഞാൽ ആർക്കാ ഇഷ്ടം? ലൈഫ് ഇസ് ടു എൻജോയ്. അതിന്റെ ഈ കാലങ്ങളിൽ പറഞ്ഞു എൻജോയ് ലൈഫ്. ഹല്ലേലൂയ. അങ്ങനെ മാറിയല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏതാ രക്ഷിക്കപ്പെട്ടു, ജ്ഞാനപ്പെട്ടു. ഇനി എന്ത് ചെയ്യണം? റെസ്റ്റ് ഓഫ് ദ ലൈഫ് യു ഹാവ് ടു എൻജോയ്. വചനം പറയുന്നില്ല. അത് ലോക മനുഷ്യന്റെ പത്തിലാണ്. ലൈഫ് ഇസ് ടു എൻജോയ്. അതുകൊണ്ടല്ലേ ലോകത്തിൽ ഏകീകൃതമാകുന്ന ഭരണവും ഏകീകൃതമാകുന്ന ഭരണത്തിന് മുമ്പില് ഒരു ഏകാധിപതി വന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ ധനം മുഴുവനും will have access to everybody. There should be global peace, hallelujah, and security. ഇത് ലോകത്തിന്റെ പറഞ്ഞത് we want to enjoy life. പക്ഷെ ദൈവത്തിന് അതാണോ? ദൈവത്തെ സംബന്ധിച്ചോളം ever since you are born in Christ, the rest of your whole life is to be ready for the coming of the Lord. Amen. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഒരുങ്ങാനുള്ള സമയമുള്ളൂ. നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. മത്തായി 24:42-44 വായിക്കണം. നമ്മുടെ കർത്താവ് ഏത് ദിവസവും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരുങ്ങി. അങ്ങനെ നിനക്ക് എവിടെ വന്നാലും മനുഷ്യപുത്രം ഉണർന്നിരിപ്പി. അറിയത്തില്ല. നാളും നാഴികയും നിങ്ങൾ അറിയുന്നില്ലല്ലോ. കള്ളൻ വരുന്നത് പോലെ എന്ത് ചെയ്യും? രാത്രി വരുന്നത് പോലെ മനുഷ്യപുത്രം വരും. ഹല്ലേലൂയ. ഏതു നേരത്തെ ഞാൻ വരുന്ന അറിയത്തില്ല. ഹല്ലേലൂയ. നിനക്ക് പേരുണ്ട്, ജീവനുണ്ട്. പക്ഷെ എന്തോ ഈ ചപ്പല ഭയങ്കര ജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ. അല്പം ജീവനൊക്കെയാണ്. പക്ഷെ സമൃദ്ധിയായ ജീവനുണ്ടെങ്കിലേ ക്രിയാറ്റീവ് ആകത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ തളർന്ന് വീട്ടിൽ കിടന്നാൽ വർത്താനം പറയും, കഞ്ഞിയും കുടിക്കും. പക്ഷെ അവനൊക്കെ വരുന്നതിനുള്ള ജീവന്. പക്ഷെ സമൃദ്ധിയായ ജീവൻ വരുമ്പോ he will become a very creative and productive man for the kingdom of God. അവനൊരു he is a warrior. അതിന്റെ വില വേണം. അങ്ങനെ സഭ ഒരുങ്ങിയ കാലഘട്ടം മണവാട്ടിമാരെല്ലാം കന്യമാരെല്ലാം ഉറങ്ങി. അർദ്ധരാത്രിക്ക് അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് മണവാളൻ വരുന്ന ആർപ്പുവിളി ഉണ്ടായി. അറ്റ് ദ ഗേറ്റ്. ഇതകർത്താ പറഞ്ഞിരുന്നില്ല. ഈ ദീർഘമായ ഒരു കാലഘട്ടം മുന്നോട്ട് പോയാലും മണവാളന്റെ വരവിന് മുന്നോടിയായി എന്ത് സംഭവിക്കും? മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി ശബ്ദം എന്ന് പറഞ്ഞാൽ അന്ന് പ്രസംഗിച്ചതിനെക്കാട്ടി ഭയങ്കരമായിട്ട്
ഹല്ലേലൂയ. എനിക്കതിനൊരു പ്രശ്നമില്ല. We have to rethink. We have to reposition ourselves where God has called us to be. അത് വളരെ സൂക്ഷിക്കണം. ദൈവം നമ്മളെ എവിടെയാ വിളിച്ച് എവിടെയാക്കി ആ സ്ഥാനത്ത് വിശ്വാസി ഇരിക്കണം. അവിടെ ദൈവം നമ്മളെ അന്വേഷിക്കുന്നുള്ളൂ. അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ആരെ പണി? പിശാചിന്റെ പണി. നിന്നെ ആക്കിയിരിക്കുന്ന പൊസിഷൻ നിനക്ക് പവറുണ്ട്, നിനക്ക് അതോറിറ്റി ഉണ്ട്. ദൈവം നമ്മളെ ഒരു പൊസിഷൻ ആക്കിയെങ്കിൽ അതിനകത്തൊരു അതോറിറ്റി ഉണ്ട്, പവറുണ്ട്. അതിനല്ലേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് അല്ലേ? പ്രഭു परमेश्वर का प्रत्यक्ष रखो, सारी कामों को खत्म करने के लिए है नहीं क्या? അത് മുഴുവൻ തകർക്കാൻ വേണ്ടിയാണല്ലോ. അതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളെവിടെ പോയിരിക്കുന്നത്? വി ആർ നോട്ട് ഇൻ ദാറ്റ് പൊസിഷൻ. റീപൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അതൊരു കഥാ പറഞ്ഞു. അവന്റെ വരവിന് മുന്നോടിയായി അവന്റെ വരവിനെ കുറിച്ചുള്ള ലോക സംഭവങ്ങളും കാര്യകർമ്മങ്ങളും ദൈവം വെളിപ്പെടുത്തും. സാമ്രാജ്യങ്ങൾ കടന്നു വന്നത്, എതിർ ക്രിസ്തുവിന് വേണ്ടി ലോകം ഒരുക്കപ്പെട്ടത്, ഭൂമിയിൽ നടക്കുന്ന വലിയ ഡിവാസ്റ്റേഷൻ വരാൻ പോകുന്നു. അതൊക്കെ അനുഭവിക്കുന്നത് ഇവിടെ. ഹല്ലേലൂയ. മനുഷ്യപുത്രന്റെ വരവെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. ലൂക്കോസിന് വിശേഷം അതിന്റെ 18-ാം അധ്യായത്തിന്റെ അതിന്റെ 24 വരെ കീഴ്പോട്ട് വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഔവണ്ണം തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിൽ സംഭവിക്കും. നോഹയുടെയും ലോത്തിന്റെയും കാലം പോലെ അതുപോലെ ഒരു ആവർത്തി ഇന്നത്തെ കോണ്ടക്സ്റ്റ് നടക്കുന്നു. നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും എങ്ങനെ ദൈവം മനുഷ്യനെ നശിപ്പും അന്നുണ്ടായിരുന്ന അതേ അവസ്ഥ വേറൊരു രീതിയിൽ ഈ കാലഘട്ടത്തിൽ പ്രകടമല്ലയോ? അതിന്റെ ഡീറ്റെയിൽസിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും അന്നാണ് പറയുക, അവർ വിറ്റും വാങ്ങിയും വിറ്റും നട്ടും പിന്നും കുടിച്ചും പോകുന്നു എന്ന് പറഞ്ഞാൽ വിൽപ്പനയും വാങ്ങും നടിയിലും ഈ കാലഘട്ടത്തിൽ പ്രത്യേകത മാർക്കറ്റ്. ഹല്ലേലൂയ. എന്താ പറയുക? ഷെയർ മാർക്കറ്റ്. അതെന്തോ നടുക. ധനത്തിന്റെ ഒരു പ്രത്യേക ഒരു സംസ്കാരമല്ലേ? എവരിത്തിങ് ഈസ് ആഫ്റ്റർ മണി. പണം കൊണ്ടാണ് ഇത് ജീവിക്കുന്നത്. അത് ഏത് പ്രകാരത്തിൽ എല്ലാവരെയും കയ്യിൽ വരും. എങ്ങനെ ഇത് കൈകാര്യം ചെയ്ത് സുഖമായി ജീവിക്കാം. അപ്പൊ ജീവിതത്തിന്റെ സുരക്ഷിതത്വം സാമ്പത്തികമാകുന്ന മേഖലയിൽ ഭദ്രത കണ്ടെത്താൻ വേണ്ടിയുള്ള വലിയ സംവിധാനം അത് നിൽക്കത്തില്ല. പണിതുപോലെ എന്തെല്ലാം പണികൾ നടക്കുന്നു, അതെല്ലാം പോകട്ടെ. പിന്നെ പറഞ്ഞു, യേശുക്രിസ്തു നോഹയുടെ കാലത്ത് ദൈവം മനുഷ്യൻ വെള്ളപ്പൊക്കമുണ്ടാകും. ലോകത്തിന്റെ കാലത്തോ തീയുണ്ടാകും. ദൈവം ഇതിന് രണ്ടിന്റെയും കൂടെ സമീകൃതമാകുന്ന ഒരു സംഭവം ഉണ്ടാകും. തീയും വെള്ളവും ഒരുപോലെ വരുമെന്ന്. വെള്ളപ്പൊക്കമല്ല കർത്താവ് ചെയ്തിരുന്നത്, പക്ഷെ വെള്ളവും തീയും ഒരുപോലെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഔവണ്ണം തന്നെ മനുഷ്യൻ വരുമെങ്കിൽ വരുമെന്ന് യേശു പറഞ്ഞു. മനുഷ്യത്തിന്റെ വരുമെങ്കിൽ ഔവണ്ണം തന്നെ സംഭവിക്കും എന്ന് കർത്താവ് പറഞ്ഞില്ലയോ? പറഞ്ഞില്ലയോ? അങ്ങനെയെങ്കിൽ എന്താണ് നിങ്ങൾ ചിന്തിച്ചത്? ഇന്നത്തെ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിംഗ് ഈ ഭൂമിയിൽ എന്താ നടക്കുന്നത്? അയച്ചുവിടുന്ന ഒരു മതിയോ? ഹല്ലേലൂയ. ഈ ഫർമമെന്റ് മുഴുവൻ തകർന്നില്ലയോ? ഭൂമിയുടെ ചുറ്റുമുള്ള സുരക്ഷിത വലയം 1600 കിലോമീറ്ററുള്ള ഈ ഫർമമെന്റ് വിധാനം അതെന്താ ചെയ്തു? ആകാശത്തിന് കീഴിലുള്ളത് ദൈവം ആകാശത്ത്, പക്ഷെ വിധാനത്തെ ഉണ്ടാക്കി. അത് ഭൂമിയുടെ സുരക്ഷിത വലയെല്ലാം തകരുകയോ? ഈ പ്രതിഭാസം കൊണ്ട്, മനുഷ്യന്റെ ക്രൂരത കൊണ്ട്, മനുഷ്യന് ഈ അതായത് ഇക്കോ ഫ്രണ്ട്ലി ലൈഫ് എല്ലാം കളഞ്ഞിട്ട് മെക്കാനിക്കൽ ലൈഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഇറ്റ് ഈസ് ഡയറക്ട്ലി അഫക്ടിംഗ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. വി ആർ റൂളിംഗ് ദി എർത്ത് ആൻഡ് ദി എൻവയറൺമെന്റ്. കുടിവെള്ളത്തിന്റെ നാട്ടിലൊക്കെ വലിയ പ്രശ്നമാണ്. വെള്ളമില്ല ഇപ്പം കേരളത്തിൽ. കേരള ഇസ് ഗോയിങ് ടു ബിക്കം അനദർ ഡെസേർട്ട്. അതിലുള്ള 12 കാരണങ്ങൾ, ഒരു ഭൂമി മരുഭൂമിയാകുന്നതിനുള്ള 12 കാരണങ്ങൾ എല്ലാം കേരളത്തിലുണ്ട്. സാധനങ്ങൾ വന്നിരിക്കുകയാണ്. അരിയെല്ലാം നിൽക്കത്തില്ല. വാട്ടർ ടേബിൾ നമ്മുടെ നാട്ടിലെ വിട്ടുകൊണ്ടിരിക്കുക. ആറുകൾ വറ്റുന്നു. മണൽ വാരുന്നതുകൊണ്ട് മാത്രമല്ല, അതായത് ഫിനോമിന കഴിഞ്ഞോ, മണൽ വാരി നിയന്ത്രിച്ചുകൊണ്ട് മാത്രമല്ല, ഭൂമിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. ഈ ഭയങ്കര ഇഫക്റ്റ് കൊണ്ട് ഭൂമിയുടെ ആ ക്രസ്റ്റ് മുഴുവൻ ബാധിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അറിയാത്തൊരു മണ്ഡലങ്ങളില് ഈ ഭൂമിയുടെ ക്ലൈമറ്റ് സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഐസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഉരുകയാണ്. കഴിഞ്ഞ ഞാനൊരു നാഷണൽ ജിയോഗ്രഫി ഒരു ഡോക്യുമെന്ററി, അതിനകത്ത് അലാസ്കയെ പറ്റി ഒരാൾ കണ്ടുപിടിക്കാം. അതുപോലെയാണ് this was a place about 50 years back, a big glacier of over 200-300 meters high. Now it is just a barrel and കാണിക്കാണ്. നമ്മളാരും അലാസ്കയെ കണ്ടു? ഞാൻ വണ്ടിയിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥിതിയാണ്. അന്നത്തെ മരങ്ങളൊന്നുമില്ല. അന്ന് ഗ്ലേഷ്യറായിട്ടൊന്നും ആരൊക്കെ എന്ത് ചെയ്യുക? ഇന്ന് വരും ഡ്രൈ ലാൻഡായി. ഒരു കാലം വെള്ളം കിടപ്പുണ്ട്. പറയാണ് look at this, the very
ഭൂമി വീഴും, എഴുന്നേൽക്കത്തില്ല. ഭൂമി വീഴും, അത് എഴുന്നേൽക്കത്തില്ല. അപ്പൊ എഴുന്നേൽക്കാത്ത ഈ ഭൂമി വീഴുമോ? അതിന്റെ കാര്യങ്ങളല്ലേ കാണുന്നത്. ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട് 2025 നമ്മുടെ ഹിമാലയത്തിലെ ഐസ് മുഴുവൻ ഒഴുകിത്തീരും. അത് അപ്പൊ എന്റെ കൃഷ്ണാനദി, പിന്നെ അതുപോലെ ഗംഗാനദി ഒക്കെ എന്ത് ചെയ്യും? ഭയങ്കര വെള്ളപ്പൊക്കം. ഇവിടെ നമ്മളെ ഇവിടെ നടക്കുന്നപോലെ ഹീൽസ്റ്റേനിലൊക്കെ നടക്കുന്നത് പോലെ ഓർക്കാതിരിക്കുമ്പോ നദിയെല്ലാം കൂടെ കവിഞ്ഞു വരും, ആകപ്പാട് കയറി എല്ലാം നാശമാകും. കുറെ ദിവസം വെള്ളം കെട്ടിക്കിടക്കും, ചെടികളെല്ലാം നശിക്കും, മൃഗങ്ങളെല്ലാം ചാകും, പക്ഷികളെല്ലാം തീരും, അങ്ങനെ കൃഷിസ്ഥലങ്ങളെല്ലാം നശിക്കും. കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറും. ഇന്ത്യയിലെന്ത് സംഭവിക്കാൻ ഹിമാലയം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ബൈ 2050 നമ്മുടെ നോർത്ത് പോള് മുഴുവനും, ഹല്ലേലൂയ, ആർട്ടിക് മുഴുവനും ഉരുകിത്തീരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മളവിടെ കാണാറുണ്ടോ? ചില ഡോക്യുമെന്റ് ഞാൻ കാണാനിടയായി. സൈബീരിയയുടെ താഴെ ആ ഭാഗങ്ങളില് ശാസ്ത്രജ്ഞന്മാരെ, റഷ്യൻ ശാസ്ത്രജ്ഞന്മാരെ കപ്പൽ ഓടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുക. പണ്ടത്തെ വലിയ ഭയങ്കര ഐസ് മലകൾ ഉരുകി വെള്ള ഭയങ്കര നീർത്തടങ്ങളായി. നമ്മളാരും അറിയുന്നത്, നമ്മളിവിടൊക്കെ ഇരിക്കല്ലേ. പക്ഷെ നമ്മളെ സംരക്ഷിക്കുക, അവിടെ നടത്തി ചെല്ലാൻ പറ്റത്തില്ല, ഹിമത്തിന്റെ ആ വലിയ. പക്ഷെ അവിടെ ഭയങ്കര ഡിവാസ്റ്റേഷൻ നടക്കുന്നുണ്ട്. ഐസിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ വലിയൊരു ഐസ് ബ്ലോക്ക് എടുത്ത് വെയിലിട്ടില്ല, ഒരു 5-6 മണിക്കൂർ ഒരു സംഭവം റെഡിയോ അത് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ടെമ്പറേച്ചറിന്റെ ആ ഒരു വരുന്നവരെ ഐസ് വിൽ റെസിസ്റ്റിംഗ്, കീപ്പിംഗ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ അല്ലേ. പക്ഷെ ഇത് ഉരുകാനങ്ങൾ തുടങ്ങിയാലോ അതിന്റെ സ്ട്രെങ്ത് ഈസ് ലോസ്റ്റ്, ഇറ്റ് ബിഗിൻസ് ടു മെൽറ്റ്, ചൂടങ്ങ് തീരും. പണ്ടൊരു വലിയമ്മയ്ക്ക് ഐസ്ക്രീം മാറ്റിട്ട് ഐസ് ക്യൂ ഐസ് ബ്ലോക്ക് ആണ് ഐസ്. അതിങ്ങനെ ഫ്രീസറില്ലാത്ത സമയത്താണ് അതിങ്ങനെ ഈ നമ്മുടെ ഈ സ്ക്വാഷോ വല്ലതൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് ഒരു ട്രേക്ക് അത് വെച്ചിട്ട് ഒരു ഈക്കിൽ വെച്ചിട്ട് ഫ്രീസറൊക്കെ ചെയ്തു, എന്നിട്ട് ഇളകി എടുത്തിട്ട് വരും രാത്രി. അത് നമ്മളെ പിന്നെ കച്ചയുടെ വന്നിരിക്കും. അന്നേരം ഇത് കണ്ടോണ്ടേ അമ്മച്ചി എനിക്ക് സന്തോഷം തോന്നി. 2 പിള്ളേരെ വീട്ടിലുണ്ട്. പുള്ളിക്കാരി 2 ആഴ്ച പണിയിട്ട് പേടിച്ചു. എന്നപ്പോ 2 കമ്പനി പറഞ്ഞു. എന്താ സംഭവിക്കും? When it begins to melt, it extinct in no time. ഇതൊരു ഐസിന് പ്രത്യേകതയുണ്ട്. അത് ഉരുകാൻ തുടങ്ങുകയാണ്, പെട്ടെന്ന് ഉരുകി തീരും. അങ്ങനെയെങ്കിൽ ഈ ഉരുക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ. വേഗം എന്ത് ചെയ്യില്ലേ? ഉരുകിത്തീരും. അപ്പൊ ഭൂമിയിൽ എന്തോ സംഭവിക്കും? കടലെന്തോ സംഭവിക്കും? ഇത് ഉരുകി കഴിയുമ്പോൾ ഭൂമിയുടെ ബാലൻസിന് മാറ്റം വരും. അപ്പൊ സുനാമീസ് വരും, earthquakes വരും, earth crust will begin to move. അത് അൺനാച്ചുറലായിട്ട് മൂവ് ചെയ്യും. ഇതിന്റെ ടെമ്പറേച്ചർ ഒക്കെ ഒരു ഫാക്ടാണ് ഇത് എർത്ത് ക്രസ്റ്റ് ഓവർലാപ്പ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂജ് കണക്കിട്ട് ഓവർലേക്ക് ചെയ്യും. ഇതൊക്കെ ഇതിന്റെയൊക്കെ ആ യൂണിഫോമിറ്റിക്ക് മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും? എർത്ത് ഉണ്ടാകും, വലിയ സംഭവങ്ങൾ ഉണ്ടാകും ഭൂമിയിൽ. അപ്പൊ ഭൂമിയുടെ ബാലൻസിന് മാറ്റം വരും. ഇതെല്ലാം സംഭവിക്കും. ഇവിടെ ചൂടകളിലൂടെ എന്തോ ഇലക്ട്രിസിറ്റി പാടിടൂ. ജപ്പാനിലെ സുനാമി ഉണ്ടായി. എന്താണ് ആണവ ഇൻ നോ ടൈം ഇറ്റ് ഓൾ ഡിസ്ട്രോയ്ഡ്. So there was a time there is no power. കാരണം അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഫ്ലഡ് ഉണ്ടായി. ഇതുവരെ റെസ്റ്റോർ ചെയ്തിട്ടില്ല. ഒരു ഇലക്ട്രിക് കണ്ടീഷൻ സകലൊന്നും പോയില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കലാമിറ്റി, ഒരു ഡിവാസ്റ്റേഷൻ വന്നാല് മനുഷ്യൻ എന്തോ ചെയ്യും? ഇത് ഹല്ലേലൂയ. ഇനി ചൂടങ്ങോട്ട് കൂടിക്കഴിഞ്ഞാലും പത്രോസ് പറഞ്ഞിട്ടുണ്ട്. അതിന് 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 9 പറഞ്ഞുണ്ട്. എന്താ പറഞ്ഞ? ആകാശം കൊടിമുഴക്കത്തോടെ നീങ്ങിപ്പോകും, ഭൂമിയെ പണികളും എന്തുപോകും എന്ന് കർത്താവ് പറഞ്ഞു. അതിന് മാറ്റം വരുമോ? പിന്നെ നമ്മൾ എന്തെല്ലാം സുരക്ഷിതത്വം ഇവിടെ ഉണ്ടാക്കിയാലും നമ്മുടെ സാമ്പത്തിക മേഖലകളിലോ ജോബ് സിറ്റുവേഷനിലോ നമ്മൾ എന്ത് സെക്യൂരിറ്റി ബിൽഡ് ചെയ്താലും ചവിട്ടിരിക്കുന്ന ഭൂമി കീപ്പോട്ട് എന്തോ ചെയ്യും? ഇതുപോലെയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ രണ്ടുപേരും തീയും മഴയും വെള്ളം ഒരുപോലെ വരും. ഭൂമിയുടെ ചൂട് കൂടിക്കേണ്ടി വരും. 2015-20 ആകുമ്പോൾ 2 ഡിഗ്രി കൂടുവല്ല ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 48 വരെയൊക്കെ 40 വരെയൊക്കെ പോയില്ലോ. അത് 50 പിന്നെ അങ്ങോട്ട് നീ കൂടി പറ്റും. ഇനി ഞാൻ പുറത്തന്നെ വായിച്ചേൽപ്പിക്കുമായിരുന്നു. സൂര്യൻ വരാൻ പോകുന്ന മാറ്റം കൊണ്ട് അതെന്ത് സംഭവിക്കും ഭൂമിയില്? ഇവിടുത്തെ ചൂട് ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിലെ പോലുള്ള ആ സൂര്യന്റെ ആ രശ്മികൾ വന്നിട്ട് നമ്മൾ പെനിട്രേറ്റ് ചെയ്യുന്ന ചൂടാണ്. എനിക്ക് നോക്കാൻ പറ്റുന്ന ഭയങ്കര ചൂടാണ്. കാരണം എന്തെന്നറിയാമോ? നിങ്ങളോർക്കും അമേരിക്ക ഓസ്ട്രേലിയ സുരക്ഷിതമാണെന്ന്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ജനസംഖ്യ കുറവാണ്, നല്ല ശമ്പളം കിട്ടും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ പാരിസ്ഥിതികമായി നോക്കുന്നതാണ് ലോകത്തിലെ ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വലിയ ഓസോൺ ലെയർ വെച്ച് വരുന്നത് എവിടെയാണെന്നറിയാമോ? ഈ രാജ്യത്താണ്. അങ്ങനെ ചോദിയ പോലും വിദ്യാഭ്യാസമൊക്കെ ആദ്യം വരുന്നത് എവിടെയാ?
who are in Christ, there is no condemnation. ക്രിസ്തുവിനുള്ളവർക്കോ ഒരു ശിക്ഷാവിധിയുമില്ല. So we have to drawn into the security in Jesus. അത് സഭയെ ഉറപ്പുവരുത്തണം. നമ്മളിങ്ങനെ ലാഘവത്രം കൊണ്ട് സമയമൊന്നുമല്ല. വളരെ ഗൗരവത്തോടെ അർത്ഥവത്തായ ഒരു ആത്മീയത്തിന് മടങ്ങി വരണം. ക്രിസ്തുവിൽ ജീവിതം ആരംഭിക്കണം. യേശു ക്രിസ്തു വസിക്കണം. എസ്കാലേഷൻ ഉണ്ടാകണം. You have to growing in Jesus, in the power and life. ജീവനും ശക്തിയും ഒരു ഭയങ്കര മടങ്ങി വരുന്ന സഭയ്ക്കുണ്ടാകണം. അതിനുള്ള സന്ദേശങ്ങളോട് ദൈവം അഭിഷിക്തങ്ങളെ എഴുതിയേപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയിലൊക്കെ ഒരു കാലത്ത് ഒരിക്കലും യേശുവിന് മടങ്ങി പ്രസംഗിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിൽ കരുത്തവർക്കാരായ അനേകരെ തട്ടിലെടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിന് മടങ്ങി വരുന്നതിന് വേണ്ടി ജോൺ ഹാരി പ്രസംഗിക്കാൻ കേട്ടിട്ടുണ്ട്. വേറെ ആരുമില്ല. അനേകരും പ്രോസ്പെരിറ്റി അതുമുഖം പറയുമ്പോ തിയോളജി സൈക്കോളജി പറയുന്ന മേഖലകളായിട്ട് ഈ ദൃശ്യമാതിരാകുമ്പോൾ അവിടെ പതനം പറഞ്ഞ് ചിലരൊക്കെ ഉണ്ട്. എല്ലാം പ്രസംഗിക്കാൻ തുടങ്ങി, ദൈവം എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. അഭിഷിക്തം എഴുന്നേൽപ്പിക്കാൻ എന്തെന്നറിയാമോ? മണവാളന്റെ ആത്മയുടെ ശബ്ദം ഇരുന്ന ഗേറ്റ്. അത് കേൾക്കുമ്പോൾ ഉണർവുണ്ടാകും. അപ്പൊ ഉണർവുണ്ടാകാൻ എന്ത് സംഭവിക്കണം? ഇത് കേൾപ്പിക്കണം. വളരെ ക്ലിയറാണ്. കർത്താവ് പറഞ്ഞ ശക്തിയോടൊരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ലോകത്തിന്റെ സംഭവങ്ങൾ മാറാൻ പോവുകയാണ്. ഈ രീതിയിലുള്ള സംവിധാനത്തിൽ കൂടി നമ്മളെ ടെക്നോളജി അനുസരിച്ച് മനുഷ്യനെ ഞങ്ങൾ റീപോസിഷൻ ചെയ്യുമ്പോൾ ക്രിസ്ത്യാനിക്ക് മനസ്സിലായ സംഗതി എന്താണെന്ന്. ഇത് വളരെ ഗുണകരമായിട്ട് ലൈഫ് ഈ സിസ്റ്റത്തിൽ വരണമെന്നാണ്. മൈക്രോചിപ്പൊക്കെ അങ്ങനെ വരുന്നത് എന്താ പറയുന്നത്? എല്ലാം സുഖമാണ്. നമ്മുടെ ഇക്കോണമി സുരക്ഷിതം, നമ്മുടെ ബെനിഫിറ്റ്, വെൽഫെയർ, എവറിത്തിങ് ഈസ് സെക്യൂർ. പിന്നെന്താണ്? നമുക്ക് പാസ്പോർട്ട് വേണ്ട, ഇതെല്ലാം ഓട്ടോമാറ്റിക്. നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സ് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, അതിന് ബ്രെയിൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ബുദ്ധി, ജ്ഞാനം, അറിവ്. ഈ ലോകത്തിന്റെ പോക്കനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിനകത്ത് കോമ്പീറ്റന്റ് ആണെങ്കിൽ ഈ നോളജ്, സ്കിൽസ്, എഫിഷ്യൻസി ഇതില്ലെങ്കിൽ അവസ്ഥയും. കാരണം ലോകത്തിൽ മനുഷ്യന്റെ ഉയർച്ചയെല്ലാം ഒരു കേന്ദ്രീകൃതമാകുന്ന ഉയർച്ചയുടെ ഗവൺമെന്റിലായി കഴിഞ്ഞു. ഹല്ലേലൂയ. സംസ്ഥാനങ്ങളിലോ രാഷ്ട്രീയ മാത്രമല്ല, ആഗോളപരമായ ഒരു വലിയ ഒരു മൂവ്മെന്റ് നടക്കും. സകല മനുഷ്യരെയും ഇതിനകത്തുള്ള സൃഷ്ടിയാണ്. നമ്മുടെ ഭാവി മുഴുവൻ നിർണ്ണയിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കോമ്പറ്റീഷൻ എല്ലാം ഗ്ലോബലാണല്ലോ. പ്രാദേശിക തലത്തിലുള്ള സാധ്യതകൾ പറയുന്നു. പക്ഷെങ്കിൽ ഗ്ലോബലായിട്ടുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഇറ്റ് ഇസ് ടു അട്രാക്ട് പീപ്പിൾ ടു ബി ഹല്ലേലൂയ അവരെ റീപൊസിഷൻ ഇൻ ദിസ് സിസ്റ്റം. ഇത് കാണുന്നില്ല കണ്ണുമ്പില്. ഇത് വന്നു കഴിയുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? അതിനടിമയാകും. ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ. നേരത്തെ ആധാരം വന്നു, ഇപ്പൊ അത് മാറ്റിയിട്ട് അവരെന്തിന് നാഷണൽ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന സകല വ്യക്തികൾക്കും എന്ത് ചെയ്യണം? ബയോമെട്രിക് ടെസ്റ്റ് എടുത്തിട്ട് ഒരു കാർഡുണ്ടാകും. അതിനകത്ത് കൊണ്ടു നടക്കണം. അതിനകത്താണ് മുഴുവൻ. വാണ്ടഡ് ടു ബി ഇന്ത്യൻ സിറ്റിസൺ ആവുക. നമുക്ക് എന്തെങ്കിലും പാസ്പോർട്ട് വേണമെങ്കിൽ, യാത്ര ചെയ്യണമെങ്കിൽ, ജോലി കിട്ടണമെങ്കിൽ, ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, പണം കൈകാര്യം ചെയ്യണമെങ്കിൽ, മറന്നുവെങ്കിൽ സാധനം വാങ്ങിക്കണമെങ്കിൽ എല്ലാം ഇതുണ്ട്. ഈ കാർഡ് വേണം. ഇന്ത്യയിലെ 80% ആളുകൾ പോവർട്ടി ലൈനിന് കീഴിലെ കണക്കനുസരിച്ച് ഇത്രയും പേരുടെ സകല വെൽഫെയർ സ്കീംസ് റൂട്ട് ചെയ്യാമെന്ന് ഇതിനകത്ത് ബാക്കി ഇത് തന്നെ തോന്നുന്നത്. അപ്പൊ മജോറിറ്റിയുള്ള ആളുകളെ നിയന്ത്രിക്കാമെന്ന സംവിധാനം ഇനി മനുഷ്യന്റെ ഔസേപ്പെന്നോ അല്ലെങ്കിൽ ലേബ്രാമെന്നോ അവറാച്ചനെന്നുള്ള പേരൊന്നുമല്ല, കറുത്തവരോ വെളുത്തവരെന്നോ വീട്ടുപേരോ ഒന്നുമല്ല. പിന്നെന്തോ ഒരു നമ്പർ, ഒരു വ്യക്തിക്ക് മാത്രമുള്ള പല പേരുകളുണ്ട്. പേര് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കാം. ഹല്ലേലൂയ. പല കള്ള പാസ്പോർട്ട് ഉണ്ടാക്കാം. പഴക്കമാണ്. പക്ഷേ ഒരു മനുഷ്യൻ ഒരു നമ്പർ മാത്രമല്ലോ, നീയാണ്. അത് മനുഷ്യന്റെ സുരക്ഷിതത്വം ഉണ്ടാകാൻ വേണ്ടി. ഇതെന്തിനാണെന്നറിയാം? ഏകീകൃതമാകുന്ന ഒരു സ്ഥിതി വരികയാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഫാക്ട് എന്താണ്? ടെക്നോളജി. അവിടെ ഭാഷയില്ല. അവിടെ എന്താണുള്ളത്? ഡിജിറ്റ്, സയൻസ്. അത് പറ്റിയോ? അപ്പൊ കമ്പ്യൂട്ടർ ഭാഷ ഈ നോക്ക ഭാഷയിൽ കടന്നു വരുന്നത് 19 അതിനകത്ത് വന്നിട്ട് ഭൂമിയിലൊക്കെയും വൺ ലാംഗ്വേജ് ആൻഡ് വൺ സ്പീച്ച് അതാ തുടങ്ങിയത്. അതിനെ കൊണ്ടുവരില്ലേ ഇപ്പൊ ഒരു മനുഷ്യ നിയന്ത്രിക്കപ്പെട്ട ഓഫർ ഓഫ് ഗ്ലോബൽ പ്രോസ്പെരിറ്റി ഫോർ സെക്യൂരിറ്റി ആൻഡ് പീസ് വരിക. ലോകത്തെ മുഴുവൻ ഇത് പിടിച്ചോണ്ടിരിക്കുക. യൂണിറ്റിക്ക് വേണ്ടി പിടിച്ചോണ്ടിരിക്കുകയാണ്. വൺ വേൾഡ്. ഞാൻ ഒരു പ്ലെയിൻ കേട്ടു, വൺ വേൾഡ്. അതൊരു സംഘടനയാണ് വൺ വേൾഡ് എന്ന് പറഞ്ഞാൽ. ലോകത്ത് ഇന്നൊരു കാര്യം മനസ്സിലാക്കും. ഈ ലോകത്തിന്റെ ഇക്കോണമി മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്രീമി ലിഡർഷിപ്പാണ്. പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഇങ്ങനെയുള്ള കുറേ സംഘടനയുണ്ട്. ഇവരാണ് ലോകത്തിന്റെ പണം കൈകാര്യം. അതേ ആർ ദ പീപ്പിൾ ഡിസൈഡിങ് പൊളിറ്റിക്സ്.
ഇവിടുത്തെ പോളിറ്റിക്സ് മുഴുവൻ തീരുമാനിക്കുന്ന ആരാണ്? അവരാണ്. അവിടെ വന്നിട്ട് അവര് പറയുന്നത് ഒന്ന് മതി, ലോകാധിപതി മതമൊക്കെ മതി. ഇങ്ങനെ ഏകീകൃതമാകുന്ന ഒരു ലോകം നമ്മുടെ വന്നിരിക്കും. അതിനകത്ത് എങ്ങനെ ഒരു മനുഷ്യനെ അറ്റാച്ച് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പേരുടെ ഫലം ഇരിക്കും. അപ്പൊ ഒരു വ്യക്തിയെ ശരിക്കും അവനെ ഇൻഡിവിജ്വൽ ആയിട്ട് പൊസിഷൻ പേഴ്സൺ. അപ്പൊ ഈ നമ്പറിലെ എങ്ങനെ ഒരു നമ്പറാണ്, അതിന് ജസ്റ്റ് ഒരു വരിയായിട്ട് മാറും. വാക്കുമാണ് നിങ്ങൾ റെഡി ചെയ്യുന്നത്. ഇത് ഞാൻ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് കമ്പ്യൂട്ടർ. പക്ഷെ ഞാൻ പറയുന്നത് ഇത് കർത്താവിന്റെ പ്രവചനമായിട്ട് തന്നെ വന്നുകൊണ്ട് ഈ കാലഘട്ടം മുമ്പോട്ട് പോകുന്നു. ലോകത്തിൽ നടക്കുന്നല്ലോ ഏകീകൃതമായി. സൂര്യന്റെ ചൂട് കൊണ്ടും വെള്ളം കൊണ്ടും ഭൂമിയുടെ സ്ഥിതി മാറാൻ പോകുന്നു. കടലെല്ലാം കണ്ടൊരു മിക്കവാറും രാജ്യങ്ങളെല്ലാം വെള്ളത്തിലും ടാസ്മാനിയ പോലുള്ളതും ആ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും വെള്ളത്തിനടിയിലാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഭയങ്കര പ്രയാണം ചെയ്യും. എന്തിനെന്നറിയാമോ? റെഫ്യൂജി ഇവിടെ ഉണ്ടാകും. അവർ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. പിന്നെ അവർ കൊള്ളയടിക്കും. ഈ റെഫ്യൂജി എല്ലാം കൂടെ മറ്റു രാജ്യങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ വളരെ കഷ്ടം കഴിക്കണ്ടേ? അപ്പൊ എന്തോ ചെയ്യും? കൃത്യമായിട്ടുള്ളവനെ എന്ത് ചെയ്യും? കയറി കൊള്ളയടിക്കും. ആർക്കും ചോദിക്കാനൊക്കത്തില്ല. ഭക്ഷണം ഇവിടെ കാണത്തില്ല. ഒന്ന് മനുഷ്യനെ കൊന്ന് ഇന്ന് സ്ഥിതി ഉണ്ടാവും. അങ്ങനെ ക്രൂവനായിട്ട് സംഗതി തീരാൻ പോവുകയാണ്. എന്താ ഇതൊക്കെ നടക്കാത്തെന്ന് അറിയാമോ? ഇവിടെ ഒരാളുണ്ട്. ഈ സ്റ്റോപ്സ്. എന്റെ മക്കൾ ഇവിടെ ഉണ്ട്, എന്റെ മണവാട്ടി ഇവിടെ ഉണ്ട്, അവളൊന്ന് ഒരുങ്ങിക്കോട്ടെ. ഞാൻ അവിടെ കൊണ്ട് പോയതിനു ശേഷം ഇവിടെ വ്യാപിക്കുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് സൃഷ്ടി മുഴുവൻ നിയന്ത്രിക്കുന്ന ആളുള്ള അതങ്ങോട്ട് സർക്കാരത്തേക്ക് മാറി നിൽക്കുമ്പോൾ all these things will collapse. ആദ്യം ഇവിടെ വീഴാൻ പോകുന്നത് ഓസ്ട്രേലിയ. അതുകൊണ്ട് ഇവിടെ സുരക്ഷിതം നോക്കണ്ട. ക്രിസ്തുവിൽ നമ്മുടെ സുരക്ഷിത ഉറപ്പ് വരുത്തിക്കണം. ഹല്ലേലൂയ. അതിന് ഇതെല്ലാം നമ്മൾ നോക്കണം. യു വാച്ച് വാട്ട് ഇസ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. ഏതെല്ലാം പോലെ വാട്ട് ഇസ് ഹാപ്പനിങ് പാലസ്തീൻ. വലിയ സംഭവം നടക്കാൻ പോകുന്നു. കഴിഞ്ഞ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ മീറ്റിംഗിനകത്ത് 95% രാഷ്ട്രങ്ങളും കൂടി ഒരു കാര്യം ഉറപ്പുവരുത്തി. എന്താ പറഞ്ഞത്? പാലസ്തീൻ ഇസ് ഡിക്ലെയർഡ് ടു ബി നേഷൻ. നേരത്തെ പാലസ്തീൻ അതോറിറ്റിയായിരുന്നു. 1985 ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അന്ന് ഇസ്രയേൽ പറഞ്ഞു, ഈസ്റ്റേൺ ജെറുസലേം ഞങ്ങൾ പിടിച്ചെടുത്തത് ദിസ് ഇസ് ഗോയിങ് ടു ബി അവർ പെർമനന്റ് ക്യാപിറ്റൽ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഒരു പാലൻ, ഞങ്ങളുടെ പതാക ഈ നാഷണൽ ഉയർത്തി ഞങ്ങളുടെ നാഷണാലിറ്റി എന്നിൽ ചെയ്യുന്ന അന്ന് വരെ ഞങ്ങൾ ജിഹാദ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 മാസം മുമ്പ് മനോരമയിൽ ഒരു പടം വന്നു. എന്റെ രോമാഞ്ചങ്ങൾക്ക് അന്നായിട്ട് പ്രവചിച്ചതുപോലെ അവിടുത്തെ ഒരു 12 വയസ്സുള്ള ബാലൻ, അല്ലേ, നമ്മൾ ജോലിക്കാർക്കൊരു പായുണ്ട്, അവരുടെ ഡ്രസ്സിനകത്ത് അവന്റെ കൊലയെ വെച്ചിരിക്കുന്ന പാലസ്തീൻ എന്ന നേഷൻ. ഇനി അവർക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടത് അവർക്ക്? ക്യാപിറ്റൽ. അതെവിടെയാ? പിടിച്ചെടുത്ത് വേണം. ഞാനതിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നില്ല. ഈ ലൈനിലും നമ്മൾ ചരിത്രപരമായിട്ട് പഠിക്കാൻ പോകും. ഇതെല്ലാം കർത്താവ് ഇതൊക്കെയും കാണുമ്പോൾ ഞാൻ സാധുക്കന നിങ്ങളുടെ വീണ്ടെടുപ്പ് ആടെ നിങ്ങളുടെ വീണ്ടെടുപ്പ് ശിഷ്യന്മാരോട് പറഞ്ഞാണ്. ശിഷ്യോനോട് പറഞ്ഞതല്ല, അവർക്കൊന്നും സമയമില്ലല്ലോ. ശിഷ്യനോട് പറഞ്ഞതാണ്. നിങ്ങളിതൊക്കെയും കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ആരുടെ വീണ്ടെടുപ്പാണ്? ശിഷ്യന്റെ വീണ്ടെടുപ്പ്. ആരാണ് ശിഷ്യൻ? ഹല്ലേലൂയ. ആത്മാവിൽ ദൈവത്തിന്റെ വചനമാകുന്ന ഈ ഗോവേണിൽ കൂടി എസ്കാലേറ്റ് ചെയ്യുന്നവൻ. ഹല്ലേലൂയ. മാന്ത് മുഴുവനും മാറ്റിക്കളയും. ഉള്ളിലെ മനുഷ്യൻ അവന് ജീവനും ചൈതന്യം കൊടുക്കാതെ പുറത്തെ മനുഷ്യന്റെ നോക്കിക്കുന്നവരൊക്കെയും പതിരാണെന്ന് ഓർക്കണം. Still you are on the plan. അപ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെയാ? ചെറിയ നിൽക്കുക. പക്ഷെ ഉള്ളിൽ എന്തില്ല? ഒന്നുമില്ല. ചാടി വീട്ടി കളഞ്ഞു, ലോകം വീട്ടി കളഞ്ഞു. അതിനെ ശ്രദ്ധിക്കാൻ ഞങ്ങൾ മരിച്ചുപോയി. അപ്പോൾ നിൽക്കുന്ന എവിടെയാ? ഇതിനെ മണ്ണക്കാണ്. അതുകൊണ്ട് വിശ്വാസികളെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ യാതൊരു ദാക്ഷിണ്യമില്ല. ഞാൻ ആരുടെ മുഖം നോക്കി പ്രസംഗിക്കത്തില്ല. എനിക്ക് ഭയമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മുഖം നോക്കി പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. വാസ്തവമായ ഒരു ആത്മീയമാകുന്ന ഒരു ശാക്തീകരണം നമുക്കില്ലെങ്കിൽ, യഥാർത്ഥമായ ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം റീപൊസിഷൻ ചെയ്തില്ല എങ്കിൽ ദൈവം നമ്മളെ അറിയുന്നേയില്ല.
യേശുവിന്റെ വരവിന് മുന്നോടിയായിട്ട് അകത്ത പിടിച്ച് അവർ ഉണർന്നു നടക്കും. അത് യേശുക്രിസ്തുവിന് മടങ്ങിവരവെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കാര്യകാരണ സഹിതം അഭിഷിക്തന്മാര് ഒരു പ്രൊഫറ്റിക് അനോയിന്റിങ്ങോടുകൂടി അത് വെളിപ്പെടുത്തി സഭയിൽ പ്രസംഗിക്കുമ്പോൾ കുറെ പേരുടെ കണ്ണു തുറക്കും. അതുവരെ കാര്യങ്ങളിൽ ഇങ്ങനെ പോകത്തില്ല. ഇത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഇത് കാര്യമായിട്ട് ശരിയാണെന്ന് ബോധ്യം എന്ത് ചെയ്യും? ഉണർവുണ്ടാകും. മണവാളന്റെ ആത്മവിളി വാതിക്കൽ കേട്ടപ്പോൾ 10 കന്യകമാരും ഉണർന്നു. ഉണർവുണ്ടാകുമോ? ദീർഘമാകുന്ന ഒരു ഉറങ്ങിയ കാലഘട്ടത്തിന് ശേഷം നിലനിൽക്കുന്ന വിശുദ്ധന്മാരിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ച് അവരിൽ കൂടി ദൈവം ഭയങ്കരമായ ഉണർവിന്റെ ദൂതുമായിട്ട് എഴുന്നേറ്റ് വരും. അഭിഷിക്തന്മാരുണ്ടല്ലോ, ഇപ്പൊ സഭയുണ്ടല്ലോ, ഭക്തന്മാരുണ്ടല്ലോ, അവരിതൊക്കെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അനേക ദൈവം ദർശനങ്ങൾ കൊടുക്കും, വെളിപ്പാട് കൊടുത്തിട്ട്, വചനത്തിന്റെ അധികാരം കൊടുത്തിട്ട്, അഭിഷേകത്തിന്റെ വലിയ കവിഞ്ഞെടുക്കാതെ വിളിച്ചിറക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പ്രേ, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പണ്ടത്തെ കാലത്ത് പ്രസംഗിക്കാൻ വേണ്ടി ആളുകൾ വിളിച്ചിറക്കുമായിരുന്നു. ഇപ്പൊ കൂടുതൽ വിളിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി. സ്പെഷ്യൽ മിഷൻ. അപ്പൊ ദൈവം വിളിക്കുക, അനേകർക്ക് ദൈവം ഹൃദയത്തിൽ ഭാരം കൊടുത്തിട്ട് അവരെ വിളിക്കുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്ത് പ്രാർത്ഥിക്കണം? ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭ ഉണരാൻ വേണ്ടി, സഭയിൽ ആത്മീയ ചൈതന്യം ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആരെ വിളിക്കുക? ദൈവം തന്റെ അഭിഷിക്തന്മാരെ വിളിച്ചിറത്തി കണ്ടിക്കാണ്. ഉപദേശിമാരൊക്കെ പണിയിട്ടു പോകും സെക്യുലർ ജോലി. പക്ഷെ സെക്യുലർ ജോബിൽ ഇരിക്കുന്ന ഭയങ്കര പോസിറ്റിരിക്കുന്നവരെയോ അത് വിട്ടേച്ച് ഇറങ്ങിയവരാണ്. അല്ലല്ല, അവരെ കൊണ്ട് ഉപദേശിക്കാനൊക്കെ നടക്കത്തില്ല, എല്ലാവരുമല്ല. അത് കാരണം അവരൊരു ചട്ടക്കൂട്ടിക്കാണ്. എനിക്ക് ഏറ്റവും പ്രശ്നം എന്റെ ഈ പ്രശ്നങ്ങളുടെ ഈ ഭാഷമാർ അല്ലാതെ എന്താ എന്നെ വിളിച്ച് കത്താനാത്ത എരിവുണ്ടാണ്. അവർക്കിതൊന്നും വേണ്ട. എനിക്ക് പിന്നെ ഇവിടെ ബ്രാൻഡിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ യേശുവിന്റെ മകൾക്ക് പ്രശ്നം കഴിഞ്ഞാൽ ആ പുള്ളിക്കാരുടെ ഒറ്റ പ്രശ്നം എഴുതിയതാണ് പറയാനിരിക്കുന്നത്. കാരണം ഇതൊന്നും ഇങ്ങനെ സംഭവിക്കട്ടെന്ന് പറഞ്ഞു, ഉണർവൊന്നും ഉണ്ടാകത്തില്ല. ഈ പിന്നെ ശരിയല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പാസ്പോർട്ടുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ആ കാർഡുണ്ടല്ലോ, ഈ കാർഡുണ്ടല്ലോ. നമ്മൾ ദൈവരാധനെ അത് കൂടാതെ വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയാത്ത ഒരു സമയം വരും. അതുവരെ സിസ്റ്റം റെഡി. സഭ ഉണർത്തോളം കാലം അത് കൂടാതെ വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയാത്തൊരവസ്ഥ വരത്തില്ല. സഭ പോയി കഴിയുമ്പോൾ അത് കമ്പൽസറിയാവും. അത് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എതിർക്കുന്ന ഒരു കൂട്ടമുണ്ട്. നമുക്കത് വിഷയമല്ല, കാരണം അവർക്ക് സന്തോഷമുണ്ട്. അത് പൊട്ടിക്കല്ലേ, ഒരു കുറെ എത്തിക്കല്ലേ. അത് വിശ്വാസം 3 വിശ്വാസം കാണും. അവരെ ഇതിലോട്ടൊന്നുമില്ല, ഒരു ഭാഗത്തോട്ട് ജനിക്കുക കോടി അടയിരിക്കുന്ന പോലെ. ഇതൊക്കെ ഒന്നിക്കണം. ദൈവത്തിന്റെ ദാസന്മാരെ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. എന്റെ വലിയ ആഹ്വാനം എന്നാണ്. പാർത്തന്മാർ ദേശത്തുണ്ടെങ്കിൽ ഇവിടെ പേർത്തില് 50 സഭയുണ്ടെങ്കിൽ 50 ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്ന് ബോധ്യമുണ്ടാകണം. അവരൊന്നിച്ച് പ്രാർത്ഥിക്കണം. അവരിട്ടാമട്ടത്തിലെ 3 വിശ്വാസമെന്ന് അവരെ ജീവിതം മുടിക്കും. ഇദ്ദേഹം അങ്ങനെ പോകുന്നില്ല. ഈ സഭയ്ക്ക് അതിന് വിശാലമാകുന്നുണ്ടോ? ഇതിനെ ഭരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ എന്തിനുണ്ടല്ലോ? We have to defeat this brooding power of darkness. Hallelujah. In unity and the power of the Holy Spirit. ഐക്യതയോടെ വരാമെങ്കിൽ എല്ലാ സമയം വിശാലം. ഇവിടെ മീനില്ലയോ? Hallelujah. ൂണിക്കകത്ത് 4 പൂജാനെ വെച്ചോണ്ടിരിക്കുക. വല്ലൊരു പൂജ ഉണ്ടോന്നാ പേടിയത്. അത് വെച്ചോണ്ടിരിക്കുക. അതെല്ലാം പരിസ്ഥായിപ്പോയാ ഒന്നിനും കൊള്ളില്ല. Hallelujah. ഇതൊക്കെ മാറിയിട്ട് ദൈവത്തിന്റെ ദാസന്മാര് അവരുടെ തലകളെ ഉയർത്തണം. Look at the whole of earth, the whole of Australia. They should come in hand, walk around the land and begin to take the Holy Spirit. അപ്പൊ സഭ വർത്തിക്കും. ഓർക്കാതെ ആത്മാവെന്നോണ്ടിരിക്കും. പിന്നെ എന്തൊക്കെ പറയാം? എന്താ ആത്മാവില്ലാത്തൊരു കാര്യം? പിശാചിനെ കഷ്ണം വഹിച്ചിരിക്കുകയാണ്. ഓരോ കുട കൊടുക്കും. ഒരു സഭയെ നോക്കി വലിയ കുട കൊടുക്കും. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം കുടയാണ്. ഒരു മനുഷ്യൻ കാണാത്തില്ല. ഒരു ഭയങ്കര കണ്ണു മഴ പെയ്ത് പെട്ടെന്ന് തന്നെ കുട വരും. ഒരു മനുഷ്യൻ കാണാൻ പോകും. ഇതുപോലെ സഭ ഇരിക്കുന്നത്. വിശ്വാസിനെ കാണാനല്ല, ദൈവത്തിനെ കാണാനല്ല. കുറെ കുടകൾ ഇതൊക്കെ തഞ്ഞു പിടിക്കണം. ഹല്ലേലൂയ. ഞാൻ നിശ്ചിതമായിട്ട് പ്രസംഗിക്കും. ഹല്ലേലൂയ. ദൈവസഭയിൽ സാധാരണമാത്ര വാഴ്ചകളും അധികാരങ്ങളും വന്നു. അതാണ് മാനുഷിക ഭരണം. മാനുഷിക ഭരണം അത് സഭയെ സപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ദൈവസഭ മനുഷ്യ ഭരിക്കാനുള്ളതല്ല. അതിന്റെ അത്യന്ത പരിശുദ്ധാത്മാവാണ്. അതിനെ പുറന്തള്ളിയിട്ട് വാഴ്ചകളും അധികാരങ്ങളും സ്ഥാനങ്ങളും മഹത്വങ്ങളും ഭാരങ്ങളും കടകങ്ങളും ആരോഗ്യ അധികാരങ്ങളും ഒക്കെ വെച്ചാൽ ജനങ്ങളെ ഞെരുക്കുന്നു. ദൈവം പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ കരം അങ്ങനെ ഒരു സമ്മതി വരാൻ പോകുന്നുണ്ട്.
ഇന്നത്തെ ഇലക്ഷന് വേണ്ടി, ഇന്നത്തെ സിംഹാസനത്തിന് വേണ്ടി ഉള്ള അടിപിടി ബഹളങ്ങളും നാര്യ പൊളിറ്റിക്സും ഒക്കെ ഇരിക്കുന്ന മാന്യന്മാർക്ക് അല്ലെങ്കിൽ ഓടിച്ച് കഴിക്കുന്ന സംവിധാനം വരുന്നുണ്ട്. ദൈവം ഒരു ജാതി എഴുന്നേൽപ്പിക്കുന്നത് അന്നേരം ശരിക്കും വെളിപ്പെടും ആരെ വിശ്വാസം ഇല്ലാത്തതാണ്. കേരളത്തിൽ വലിയ പ്രശ്നം വരും, യാതൊരു സംശയവുമില്ല. കൂടെനിക്ക് വരുന്ന ഒരു ജനസംഖ്യ കയറി വരുന്നുണ്ട്. അവൻ മതം കൊണ്ട് ഭയം. അത് മഹാവീര കാലമൊന്നുമല്ല. ആദ്യമ നൂറ്റാണ്ടില് ദൈവജനങ്ങൾ അപ്പോസ്തലന്മാരും നേരിട്ട അതേ ഒരു സ്ഥിതിവിശേഷത്തിന് മടങ്ങി വരവുണ്ടാകും. ദൈവജനം പ്രാർത്ഥിക്കണം. പക്ഷെ ക്രിസ്തു യേശുവിനോടൊക്കെ ഒരു ശിക്ഷാവുകയുമില്ല. ചത്തെങ്കിൽ ചാകട്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കുറെ ജീവിച്ചിട്ട് എന്തോ ചെയ്യാനാ? നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിക്കൂടെ? ഹല്ലേലൂയ. നേരത്തെ ചത്തുകേണ്ടി അത്രയും നല്ലതാണ്. നമ്മുടെ ഈ ലോകത്തിന്റെ മാസം 0.5 അടുത്ത് നമ്പർ 1 തുടങ്ങാം എറ്റർണിറ്റി. അതല്ലേ നല്ലത്. സംഭവങ്ങൾ മാറാൻ പോയാണ്. ഹല്ലേലൂയ. ഈ കൊച്ചുപേര് മുക്കിനും പേര് സഭകളും 4 പേരെ പിടിച്ച്. അപ്പൊ ഇതൊന്നും ദൈവത്തിന് ഇതൊക്കെ മാനുഷിക ഭരണമാണ്, വിശാൽ ചെയ്യുന്നതാണ്. അൺലെസ് ഇറ്റ് കംസ് അണ്ടർ ദ അംബ്രല്ല ഓഫ് യൂണിറ്റി. ദാറ്റ്സ് ഓക്കേ. ഇപ്പൊ ദൈവത്തിന്റെ സഹോദരങ്ങളെ കൂടി ഇങ്ങനത്തെ വേറെയുണ്ട്. മറ്റു വിശ്വാസത്തോടൊപ്പം താമസിക്കണം. ഫൈൻ ഫോർ മൈ കോൺഗ്രിഗേഷൻ. പക്ഷെ ഇതിനകത്തൊന്നും ആത്മീയ ബന്ധമുണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ പേര്. കർത്താവ് നമ്മളെ ഒന്നിച്ച് വിളിച്ചു. നമ്മളെല്ലാം വേലക്കാരാണ്. അയ്യോ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരെന്ന് പറയില്ല. ദാസന്മാരോട് തുല്യരായിരിക്കാൻ പറഞ്ഞു. ഇതെല്ലാം വിട്ടേറ്റ് ഈ അടിപൊളി കുസ്തികൾ ഒന്നും ഇതൊന്നും ദൈവത്തിന്റെ സഭയാണ്. ഇത് നോക്കിയിരിക്കുമോ? കർത്താവ് എത്ര ടോളറേറ്റ് ചെയ്യും? അവന്റെ ദീർഘക്ഷമയാണ്. ഇതിലെല്ലാം മാറ്റം വരുന്ന ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പാട് വന്നുണ്ട്. ചിലതാണ് നമ്മളെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറയും. ദൈവത്തിന്റെ ആത്മാരെ വീട്ടിൽ ഉണ്ടാകുന്നത് ഇവിടെ നമ്മുടെ ചാണ്ടിലോകില് എപ്പോഴുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ആദ്യം തുടങ്ങിയത് ഞാൻ എന്റെ കർത്താവിന്റെ ദാസന്മാരെ നിങ്ങൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കേ. ഈ മെൽബണെന്ന് വെടിവിക്കപ്പെടുന്നത് ഇതിന്റെ ആധിപത്യങ്ങളെ കണ്ടേ. ആസ്ഥാന സംവിധാനങ്ങൾ വളരെ സംഘടിതമാണെന്ന് നോക്കണം. വളരെ സംഘടിതമാണ്. അവൻ സ്വർഗത്തിന്റെ കാര്യം അതുപോലെ ചെയ്യുന്നത്. അതുപോലെ വെറും ഡിസൈനുള്ള സംവിധാനങ്ങളാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിംഗ് പോലെ. ആ നെറ്റ്വർക്കിന്റെ ഓരോ നോട്ടിലും കൂടി അവന്റെ ചരക്കുകളെല്ലാം ഓരോ വ്യക്തിയിലേക്ക് നടക്കൊണ്ടിരിക്കുക. സഭയോ അവനൊരു കാര്യം അറിയാം. അവന്റെ പ്രവർത്തി അഴിപ്പാന് ദൈവം വെച്ചിരിക്കുന്ന ഏക സംവിധാന സഭയാണ്. പക്ഷെ സഭയ്ക്ക് അതോറിറ്റിയുണ്ട്, പവറുണ്ട്. അതോറിറ്റി യേശുക്രിസ്തു നടത്താൻ നേടി സ്വർഗത്തിനും കൂടുതൽ സാധ്യമാകും. പക്ഷെ പവർ വേണമെങ്കിൽ കാത്തിരിക്കണം. അവർ ഒരുമനപ്പെട്ട ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടായി? ആത്മാവ് അറിയുന്നത് എന്നും അങ്ങനെ തന്നെയാണ്. ഒരുമനപ്പെട്ട് ഒരിടത്ത് കൂടിയിരുന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വരും. അതിൽ കൂടി പ്രസംഗം പറയും. അന്ന് വരെ പത്രോസിനും യാക്കോബും യോഹന്നാനും ഒക്കെ യേശുവിനോട് വരകാരം ചോദിച്ചു വരുന്നു. ഈ രാജ്യത്ത് പ്രായിക്കും, എന്നെ വരത്തിരിക്കണം, എന്നെ അകത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അമ്മയെ കൊണ്ടുവരി പലപ്പോഴും ശബരിമക്കളെ അമ്മയൊന്നും സംസാരിക്കും യേശുവിനോട്. ഒരുത്തിനെ വലത്ത് വരും. ഇതൊക്കെയായിരുന്നു വേണ്ടത്. അവസാനം ചോദിക്കുന്നുണ്ട് അപ്പസ്തല പ്രവൃത്തി അതിന്റെ 1-ാം അധ്യായത്തില് അതിന്റെ ചോദിക്കുന്നുണ്ട്, നീ എന്നാണ് നീ മസിഹ ഈ കാലത്തിലാണോ ഒന്ന് രാജ്യം? കാരണം ഇവർക്ക് ഇരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ പരിശുദ്ധാത്മ ശക്തി വന്നു കഴിഞ്ഞോളെ അതിന്റെ അപ്പസ്തല 2-ാം അധ്യായത്തിന് പറഞ്ഞാൽ പറഞ്ഞു 10 ദിവസം 10 എഴുന്നേറ്റുന്ന ഒറ്റ പ്രസംഗം. അച്ചോട് മാറിയോ? പത്രോസ് ചെയ്തു 10 എഴുന്നേറ്റ് ഒന്ന് വായിച്ചേ. പ്രസംഗിച്ചു വരാനാണ്. 12 പേരെ എന്റെ പ്രസംഗം ഒന്നേ പ്രസംഗിക്കാനുള്ളൂ. പെരുമനപ്പെട്ടോ? അന്ന് സഭ അങ്ങോട്ട് പെരുകാൻ തുടങ്ങി. 3000 പേര് രക്ഷിക്കപ്പെട്ടു. ഇന്ന് 3000 പേരും പ്രാവശ്യം പ്രസംഗിച്ചാൽ ഒറ്റ രക്ഷിക്കപ്പെടുന്നില്ല. കാരണം അവൻ നോക്കുന്നത് ഇവൻ അതിനെക്കാട്ടി വഴുകളാണ്. നമ്മൾ മടങ്ങി വരും. ഞാൻ ഈ പറയുന്നത് നമ്മുടെ പ്രാർത്ഥന ലാസ്റ്റ് ശനിയാഴ്ചയോ തകർപ്പം പ്രാർത്ഥനകളൊക്കെ പോകണം. ഇതിലുള്ള മാറ്റം വരണം. അതിനൊരു ജനികന്മാരുടെ പാർശ്വമായി രക്ഷിക്കപ്പെടണം. മാനസാന്തരണം. കണ്ണടത്തിരിക്കുന്ന വിശ്വാസത്തിൽ കണ്ണു തുറക്കണം. ഈ പേർത്തിനൊരു വലിയ ഉണർവുണ്ടാകണം. ഒരു ദൈവപ്രതി വെളിപ്പെടണം. 5 പേര് പ്രാർത്ഥിക്കേണ്ടത് 2 പേര്